വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന നിലയ്ക്കാണ് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ നാം നൂറ്റാണ്ടുകൾ കൊണ്ട് പൊരുതി നേടിയ സാമൂഹ്യനീതിയുടെ അതിൻ്റെ അവസാന കണങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ചില ആളുകൾ പൂർവാധികം ശക്തിയോടെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ നമ്മുടെ സാമൂഹ്യ പരിസരത്ത് നിന്ന് അന്തർധാനം ചെയ്ത ചില ശക്തികൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചരിത്രം തുറന്നു കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി വളരെ തിരക്കിട്ട് ഇവിടെ സംഘടിപ്പിച്ചത്. കൂടൽമാണിക്യ ക്ഷേത്രം കേരളത്തിലെ 100,000 ക്ഷേത്രങ്ങളെപ്പോലെ ഒരു സാധാരണ ക്ഷേത്രമല്ല. കേരളത്തിൽ ചുരുക്കം ക്ഷേത്രം എന്നതിലുപരി വലിയ തോതിലുള്ള ഭരണാധികാരവും ഭൂവുടമസ്ഥതയും മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടാനുള്ള പ്രത്യേക അവകാശങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അർദ്ധരാജ്യ വ്യവസ്ഥ കൊണ്ടു നടന്നിരുന്നു. സങ്കേതങ്ങൾ എന്ന് പൊതുവെ അത്തരം ക്ഷേത്രങ്ങളെ വിശേഷിപ്പിക്കും. ഈ കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര സങ്കേതമായിരുന്നു. വളരെ പഴക്കമുള്ള ഒരു ചരിത്രം അതിനുണ്ട്. അത് മുമ്പൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അവിടെ നിന്ന് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പഴയ 2 ലിഖിതങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒന്ന് സ്ഥാണു രവി ലിഖിതമാണ്, രണ്ടാമത്തേത് ഭാസ്കര നമ്പിനാർ ലിഖിതം എന്ന് പറയുന്ന ലിഖിതമാണ്. ഇത് ആദ്യത്തേത് പുതുവർഷം 854 രണ്ടാമത്തേത് 1950-നും 1000-നും ഇടയ്ക്കുള്ള ഒരു പുതുവർഷത്തിലെ രേഖയാണ് എന്നാണ് കരുതുന്നത്. ഇതിൽ തിരുവിരുങ്കാടി കൂടൽ തിരുവടി എന്നാണ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. തിരുവിരുങ്കാടി കൂടൽ തിരുവടി എന്നാണ് ഈ ലിഖിതത്തിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രം, ജൈന പാരമ്പര്യം അവകാശപ്പെടുന്നൊരു ക്ഷേത്രം, പിന്നീട് ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്നൊരു ക്ഷേത്രം. ഈ ക്ഷേത്രം ഒരു ക്ഷേത്ര സങ്കേതമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയാം. എന്താണ് ക്ഷേത്ര സങ്കേതം എന്ന് KP പത്മനാഭമേനോൻ കൊച്ചി രാജ്യചരിത്രത്തിൽ അദ്ദേഹം അതിന് ഒരു നിർവചനം പോലെ പറയുന്നുണ്ട്. സങ്കേതം എന്നാൽ ഒരു രാജാവിനും രാജാധികാരം നടത്തുവാൻ അധികാരമില്ലാത്ത ക്ലിപ്തപ്പെട്ട അതിർത്തികളുള്ള പ്രദേശമാകുന്നു. സങ്കേത അതിരുകളിൽ സങ്കേതാധികാരികളുടെ അനുവാദം കൂടാതെ രാജാക്കന്മാർക്ക് കൂടി പ്രവേശിച്ചുകൂടാ. രാജാക്കന്മാർക്ക് പോലും അവിടുത്തെ ബ്രാഹ്മണരുടെ, അവിടുത്തെ തച്ചയുടെ കേവൾ എന്ന് പറയുന്ന അധികാരിയുടെ സമ്മതമില്ലാതെ അതിർത്തി കടക്കാൻ സാധിക്കാതിരുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് ഈ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രവും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അതിർത്തി നിങ്ങൾ നോക്കണം. തൃശ്ശൂരിനെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കൂടൽമാണിക്യത്തിൻ്റെ സങ്കേത അതിർത്തി എന്ന് പറയുന്നത് വെള്ളാങ്കല്ലൂരിൽ നിന്ന് വടക്കോട്ടും, കുറുമാലി പുഴയ്ക്കിൽ നിന്ന് തെക്കോട്ടും, കാക്കാത്തുരുത്തി പുഴയ്ക്കിൽ നിന്ന് കിഴക്കോട്ടും, ചാലക്കുടി പുഴയിൽ നിന്ന് പടിഞ്ഞാട്ടും ഉള്ള പ്രദേശമായിരുന്നു. ഒരു വലിയ ഭൂപ്രദേശം ഒരു സങ്കേതമായി, പ്രത്യേകിച്ചും ഒരു രാജാവിനും അധികാരമില്ലാത്ത എങ്കിൽ അവിടുത്തെ ഈ ക്ഷേത്ര അധികാരികൾക്ക് മാത്രം ഭരണാധികാരമുള്ള ഒരു പ്രത്യേക പ്രദേശമായി നിലകൊണ്ടിരുന്നു. ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം പോലെ ഒരു എൻക്ലേവായി ഈ കൂടൽമാണിക്യം ക്ഷേത്രം എത്രയോ കാലം നിലകൊണ്ടിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവർക്ക് ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ ഭൂവുടമ ബന്ധം, ഇതെല്ലാം തന്നെ നമ്മൾ ചരിത്രത്തിൽ പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ട്. ഈ ക്ഷേത്ര സങ്കേതം ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ തന്ത്രവും കൗശലവും ഒക്കെ നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ തൃപ്പടിദാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ദൈവത്തിന് ഞാൻ എൻ്റെ രാജ്യം ദാനം നൽകിയിരിക്കുന്നു എന്ന് പറയുകയും ദൈവം ഈ രാജ്യം നേരിട്ട് ഭരിക്കില്ല, എനിക്ക് തന്നെ ഭരിക്കാമെന്ന് കൃത്യമായ ധാരണയുള്ളൊരു കൗശലമാണ് ഈ തൃപ്പടിദാനം. ദൈവത്തിന് നമ്മൾ നല്ല പായസം പാചകം ചെയ്ത് ദൈവത്തിന് നിവേദിച്ചാലും യാതൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. അത് പൂർണ്ണമായും നമുക്ക് തന്നെ കിട്ടും. ദൈവം അതെടുത്തിട്ടില്ല. ഇതുപോലെയാണ് ഈ പറയുന്ന തൃപ്പടിദാനം പ്രവർത്തിക്കുന്നത്. ഇവിടെയും കൂടൽമാണിക്യത്തിൻ്റെ സ്ഥിതി കുറച്ചുകൂടെ കൗശലകരമായ ഒരു നിലയ്ക്കാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ സങ്കേതം ഇത് ഭരിക്കുമ്പോൾ ഈ സങ്കേതത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനത്തിന് അന്നത്തെ രീതിയിൽ പറഞ്ഞാൽ മേൽക്കോയ്മ, അതുപോലെ തന്നെ ഈ ഒരു ഊരാണ്മ ഉണ്ടായിരിക്കും, മേൽക്കോയ്മ ഉണ്ടായിരിക്കും, സമുദായം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരിക്കും.
അപ്പോൾ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേൽക്കോയ്മ എന്ന് പറയുന്നത് രാജാവായിരിക്കും. ക്ഷേത്രത്തിൻ്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത് രാജാവിനായിരിക്കും. സമുദായം എന്ന് പറയുന്നത് രാജാവോ അതിൻ്റെ ഊരായ്മക്കാരോ നിശ്ചയിക്കുന്ന ആളുകളെയാണ് ഈ സമുദായം എന്ന് പറയുന്നത്. ഈ ഊരാൺമ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായി ഊരിൽ തന്നെ താമസിക്കുന്ന, ഊരിൽ തന്നെയുള്ള അവിടുത്തെ ബ്രാഹ്മണരാണ് ഈ ഊരായ്മക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കോയ്മ, സമുദായം, ഊരാൺമ, ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ക്ഷേത്ര സങ്കേതം, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം എന്ന് പറയുന്ന ഈ ക്ഷേത്ര സങ്കേതം അവർ മേൽക്കോയ്മ സ്വീകരിക്കുന്നത് കൊച്ചി രാജ്യത്തിനകത്തുള്ള ഒരു പ്രദേശമായിട്ട് അവർ മേൽക്കോയ്മ സ്വീകരിക്കുന്നത് കൊച്ചി രാജാവിൻ്റെ മേൽക്കോയ്മയല്ല. കൊച്ചി രാജാവിൻ്റെ മേൽക്കോയ്മ അവർ സ്വീകരിക്കില്ല. സ്വീകരിച്ചാൽ രാജാവിന് അവിടെ നേരിട്ട് അധികാരം കൈവരും എന്നുള്ളതുകൊണ്ട് അവരന്ന് താരതമ്യേന ദുർബലമായ കായംകുളം, ഓണാട്, ആ കായംകുളം രാജാവിൻ്റെ മേൽക്കോയ്മയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഏത് രാജാവിൻ്റെ മേൽക്കോയ്മ വേണമെന്ന് തീരുമാനിക്കാൻ ബ്രാഹ്മണർക്കാണ് അധികാരം. ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ കായംകുളത്തിൻ്റെ രാജാവാണ് ഈ പറയുന്ന ഈ കൊച്ചി രാജ്യത്തിനകത്തുള്ള നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തച്ചുടയ കൈമളെ അവരോധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കഥയൊക്കെ ഉണ്ട്. ആ കൂടൽമാണിക്യം എന്ന് പറയുന്നത് സംഗമേശ്വരനാണ്. അപ്പോൾ അവിടുത്തെ ഒരു രത്നത്തിൻ്റെ പ്രഭ വിഗ്രഹത്തിൽ കണ്ടുവെന്നും ഇത് രത്നമാണെന്നും അപ്പോൾ ഇതിന് തുല്യമായ രത്നം മറ്റെവിടെയെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കുകയും ഇതിൻ്റെ മാറ്റ് അളക്കുന്നതിന് വേണ്ടി അവർ കായംകുളത്തെത്തുകയും കായംകുളം രാജാവിൻ്റെ കയ്യിൽ അമൂല്യമായ രത്നം കൊണ്ടുവന്ന് ഈ വിഗ്രഹത്തിനോട് ചേർത്ത് വെച്ച സമയത്ത് ആ രത്നം വിഗ്രഹത്തിൽ ലയിച്ചു പോയെന്നും അപ്പോൾ പിന്നെ കായംകുളം രാജാവിൻ്റെ കടപ്പാടായി, അദ്ദേഹത്തിൻ്റെ രത്നം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധമാണ് കായംകുളത്തിൻ്റെ രാജാവിൻ്റെ മേൽക്കോയ്മ സ്വീകരിക്കാനുള്ള കാരണമായി, നീതീകരണമായി ഒരു മിത്തായി ഇവർ അവതരിപ്പിക്കുന്നത്. കഥയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൻ്റെ യുക്തിയെപ്പറ്റി നാം ചിന്തിക്കേണ്ടതില്ല. കാരണം കഥയല്ല പ്രധാനം, അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം വളരെ വളരെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും കുറച്ചുകൂടെ ദുർബലനായ ഒരു രാജാവിൻ്റെ മേൽക്കോയ്മ പേരിന് സ്വീകരിച്ച് ഇത്രയും പ്രദേശം ഭരിക്കുക എന്നതിൻ്റെ രാഷ്ട്രീയമാണ് അവിടുത്തെ തന്ത്രശാലികളായ അന്നത്തെ ഈ പറയുന്ന ഹദീശവർഗം സ്വീകരിക്കുന്നത്. അതാണ് കൂടൽമാണിക്യത്തിൻ്റെ ഒരു ചരിത്രം. പിന്നീട് അവരുടെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഈ കായംകുളം രാജ്യമില്ലാതായി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ കായംകുളം ലയിക്കപ്പെട്ടു. അതോടുകൂടെ ഈ പറയുന്ന കൂടൽമാണിക്യത്തിൻ്റെ ഈ മേൽക്കോയ്മ സ്ഥാനം തിരുവിതാംകൂറിൽ വന്നു ചേരുകയാണ്. തിരുവിതാംകൂർ അപ്പോൾ കൊച്ചി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി രാജ്യത്തിനകത്ത് തിരുവിതാംകൂറിന് അവകാശവും അധികാരവും മേൽക്കോയ്മയുള്ള തിരുവിതാംകൂറിലെ ഭരണാധികാരി, അവിടുത്തെ ഒരു ലോക്കൽ ഭരണാധികാരിയെ നിയമിക്കുന്ന ഒരു സ്ഥാനമായി ഈ നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര സങ്കേതം മാറുകയാണ്. ക്ഷേത്ര സങ്കേതം ഒട്ടും ചെറുതല്ല, വളരെ വലിയൊരു സങ്കേതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതിർത്തികളുള്ള ഒരു പ്രദേശമാണ്. ഇത്രയും വലിയ അതിർത്തി പ്രദേശമുള്ള ഒരു നാട്, കൊച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഒരു വലിയ ഭൂമിയാണ്. ആ ഭൂമി പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായി ഇരിഞ്ഞാലക്കുട പോലെ അന്നത്തെ വാണിജ്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട, കച്ചവടത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇങ്ങനെ നമ്മുടെ തച്ചുടയ കൈമളെ മുൻനിർത്തി തിരുവിതാംകൂറിന് കൂടെ അധികാരമുള്ളൊരു പ്രദേശമായി മാറുന്നതിൽ സ്വാഭാവികമായും ചില അസ്വസ്ഥതകൾ കൊച്ചിക്കുണ്ടാകും. തൻ്റെ അധികാരം ഏത് നിലയ്ക്കും നിലനിർത്താൻ തിരുവിതാംകൂർ ശ്രമിക്കും. അങ്ങനെ ഉള്ളൊരു മത്സരത്തിൻ്റെ കഥ കൂടെ അവിടെയുണ്ട്. ഈ തച്ചുടയ കൈമൾ എന്ന് പറയുന്ന സ്ഥാനം തന്നെ വളരെ കൗതുകകരമായ ഒന്നാണ്. അതിലേക്ക് ഇവർ തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് വരുന്നുണ്ട്. അതുകൂടെ ഞാൻ വളരെ പെട്ടെന്ന് ചുരുക്കിയ വാക്കുകൾ വിശദീകരിക്കാം. ഈ തച്ചുടയ കൈമൾ എന്ന് പറയുന്നത് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും. നായർ സമുദായത്തിൽപ്പെട്ട ആളെയാണ് ഈ കായംകുളം രാജാവായാലും നമ്മുടെ തിരുവിതാംകൂർ രാജാവായാലും തച്ചുടയ കൈമളായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ തച്ചുടയ കൈമളായി ഞാൻ നിന്നെ തച്ചുടയ കൈമളായി വെച്ചിരിക്കുന്നു എന്ന് രാജാവ് പറയുന്നതോടെ തച്ചുടയ കൈമൾ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന ആൾ പിന്നീട് വലിയൊരു അധികാരത്തിലേക്ക് മാറുകയാണ്. അദ്ദേഹം ബ്രഹ്മചാരിയായിരിക്കണം. അദ്ദേഹത്തിന് പിന്നെ ഫാമിലി അത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹം ബ്രഹ്മചാരിയായി ഈ പറയുന്ന ഭൂമി, ഈ രാജ്യവും ക്ഷേത്രവും ഭരിച്ച് അവിടെ ജീവിക്കണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ തച്ചുടയ കൈമൾക്ക് പിന്നീട് രാജാവിനെ പോലെ, രാജാവിന് തുല്യമായ അധികാരങ്ങളോടെ രാജാവിൻ്റെ അഭിഷേകം നടക്കുന്ന പോലെ അന്ന് നായരായ തച്ചുടയ കൈമൾക്ക് പൂണൂല് കിട്ടും. അദ്ദേഹം ബ്രാഹ്മണനല്ല, ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളായിരിക്കും. ഉദാഹരണത്തിന് ബ്രാഹ്മണരായിട്ടുള്ള ഒരാൾക്ക് പൂജ ചെയ്യുന്ന സമയത്ത് ഒരാവണിപ്പലകയിലാണ് ഇരിക്കാൻ സാധിക്കാന്നുണ്ടെങ്കിൽ തച്ചുടയ കൈമൾക്ക് 2 ആവണിപ്പലകിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ അധികാരത്തിലേക്ക് ഒരു നായരെ ഉയർത്തി സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ തച്ചുടയ കൈമൾ എന്ന് പറയാം. പക്ഷേ ഇദ്ദേഹം ആർജിതമായ ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്ന ഒരു ചില ഈ ക്ഷേത്രത്തിനകത്ത് മാത്രം അധികാരമുള്ളതും അതേസമയം ഇവിടെ അപരിമിതമായ അധികാരം കൈയാളുന്നതും
ഈ രാജാവ് നിയമിക്കപ്പെട്ട ആളുമാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രയോഗത്തെ സംബന്ധിച്ചിടത്തോളം, ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രയോഗക്കാരുടെയാണ്. പഴയ ഒരു ഗ്രന്ഥവരി പ്രകാരം എന്ന് പറഞ്ഞ് പത്മനാഭമേനോൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരിഞ്ഞാലക്കുട ക്ഷേത്രം എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരായ നമ്പൂതിരിമാരുടെ സഭായോഗം വകയാകുന്നു. സഭായോഗത്തിൽ 42 ഇല്ലക്കാരുണ്ട്. ഒരു സ്ഥാനം കൊച്ചി വലിയ തമ്പുരാനുണ്ട്. ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അരസ്ഥാനമാണ് കേട്ടോ, ശരിക്കും ഒരു സ്ഥാനമില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാൺമയ്ക്കായി 9 ഇല്ലക്കാർ വേറെയുണ്ട്. മേൽക്കോയ്മ ഐരൂർ സ്വരൂപത്തിലേക്കായിരുന്നു. ഇങ്ങനെ അത് തൃക്കാണാമതിലകവുമായിട്ടുള്ള അവരുടെ ഒരു സമരവും ഒരു പ്രശ്നമൊക്കെ വേറൊരു കഥയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയും ബ്രാഹ്മണർക്ക് ഈ തച്ചുടൈ കൈമളെ മുൻനിർത്തി ഇത്രയും വലിയൊരു ഭൂമിയുടെ മേൽ അധികാരം കൈയാളുന്ന ഒരു കാര്യമാണ് ഈ തച്ചുടൈ കൈമളിൻ്റെ അവരോധം എന്ന് പറയുന്നത്. അപ്പോൾ കായംകുളം പോലത്തെ ഒരു രാജാവിനെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും കൊടുത്ത് കാര്യം അന്വേഷിക്കാൻ പറ്റില്ല. തച്ചുടൈ കൈമളെ അങ്ങനെ നിയന്ത്രിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്വതന്ത്ര രാജ്യ പദവി ഏകദേശം കൈയാളുന്നതിന് ഈ ഒരു വ്യവസ്ഥ ഇവരെ സഹായിച്ചിരിക്കുന്നു. ഒന്നാമത്തെ തച്ചുടൈ കൈമൾ അവരോധം നടക്കുന്നത് കൊല്ലവർഷം 517 അതിനുശേഷം 84 വർഷത്തേക്ക് തച്ചുടൈ കൈമൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കൊല്ലവർഷം 644 ഒരു തച്ചുടൈ കൈമൾ വെച്ചു. അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞ് ബ്രഹ്മചര്യം ലംഘിച്ചു. അപ്പോൾ 40 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ബ്രഹ്മചര്യം ലംഘിച്ച ആ കാലത്ത് അദ്ദേഹത്തിനെ പുറത്താക്കി. പിന്നീട് 209 വർഷം കൈമളുണ്ടായിരുന്നില്ല. 903 കൊല്ലവർഷം 903 മൂന്നാമത്തെ കൈമൾ വരുന്നത്. അദ്ദേഹം കൊല്ലവർഷം 954 വരെ ഭരിച്ചു. 1983 നാലാമത്തെ കൈമൾ വന്നു. അത് 1026 വരെ, കൊല്ലവർഷം 1026 വരെ അത് ഭരിച്ചു. അപ്പോൾ 1828 ആ സമയം വരെ അദ്ദേഹം ഭരിച്ചു. അപ്പോൾ ഇവിടെയാണ് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കൊച്ചി രാജ്യത്തിനകത്ത് ഈ എൻക്ലേവ് ആയിട്ടുള്ള നമ്മുടെ തിരുവിതാംകൂറിൻ്റെ എൻക്ലേവ് ആയിട്ടുള്ള ഈ കൂടൽമാണിക്യം ക്ഷേത്ര സങ്കേതത്തിൽ ആയില്യം നാളിൽ ആണ് ഈ നമ്മുടെ തച്ചുടൈ കൈമളിൻ്റെ പിറന്നാൾ. അപ്പോൾ അന്ന് കളഭം വഴിപാടോടെ നടത്തും. അന്ന് തന്നെയാണ് കൊച്ചി രാജാവിൻ്റെ പിറന്നാളും. അപ്പോൾ ആരുടെ കളഭം വഴിപാട് ആദ്യം നടത്തും? തച്ചുടൈ കൈമൾ നടത്തണം, രാജാവിൻ്റെ നടത്തണം? വലിയൊരു പ്രശ്നമാണ്, അധികാരത്തെ പ്രശ്നമാണ്. കാരണം തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയായ ഒരാളുടെ ആണോ അവിടെ നടക്കേണ്ടത്, അതോ കൊച്ചി രാജാവിൻ്റെ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വലിയ പ്രശ്നമാകുന്നു. ബ്രിട്ടീഷുകാരുടെ ഇടപെടലിലൂടെയാണ് മധ്യസ്ഥത സംഭവിക്കുന്നത്. അത്രയും വലിയ ഒരു അധികാര കേന്ദ്രമാണത്. അവിടെ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിൽ കൊച്ചി രാജാവിന് മുൻഗണന കിട്ടുന്നുണ്ട്. അങ്ങനെ കൊച്ചി രാജാവിൻ്റെ കളഭാണ് ആദ്യം നടക്കുന്നത്. പിന്നീട് 26 മുതൽ കൊല്ലവർഷം 1057 വരെ ഒരു കൈമളും ഉണ്ടായിരുന്നില്ല. പിന്നെ കൊല്ലവർഷം 1056 പിന്നെ 1087 വരെ അഞ്ചാമത്തെ കൈമൾ വന്നു. അപ്പോൾ തർക്കം നടക്കുന്ന സമയമാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇടപെട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നു, പ്രധാനമായും അന്ന് തിരുവിതാംകൂറും കൊച്ചും തമ്മിലുള്ള 4-5 പ്രധാനപ്പെട്ട തർക്ക വിഷയങ്ങളിലൊന്ന് ഈ കൈമളെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണെന്നുള്ളതാണ്. ഈ കൂടൽമാണിക്യം ക്ഷേത്ര സങ്കേതത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാനം ആർക്കാണ് എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തിരുവിതാംകൂറും കൊച്ചിയും പരാതിയുമായി എത്തുന്ന പ്രധാന സംഭവങ്ങളൊന്ന് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അങ്ങനെ ബ്രിട്ടീഷുകാർ അന്ന് JC ഹാനിങ്ടൻ്റെ മധ്യസ്ഥതയിൽ ഈ വിഷയം വരികയും അദ്ദേഹം തിരുവിതാംകൂറിനാണ് ഇതിൻ്റെ അധികാരമെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തിരുവിതാംകൂറിന് അവിടെ ഒരു എൻക്ലേവ് സ്ഥാപിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ മധ്യസ്ഥതയിൽ പിന്നീട് അതിന് അപ്പീലൊക്കെ പോയി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകുന്ന ആ മധ്യസ്ഥതയ്ക്ക് ശേഷവും പ്രശ്നം കെട്ടടങ്ങുന്നില്ല. അന്ന് ഈ അഞ്ചാമത്തെ കൈമളിനെ അവരോധിക്കുന്ന സമയത്ത് അവിടെ വലിയ അടിയാണ് ക്ഷേത്രത്തിനകത്തുണ്ടാകുന്നത്. പ്രധാന പുരോഹിതനായ അന്നത്തെ തന്ത്രിയായിട്ടുള്ള നെടുമ്പുള്ളി തരണനല്ലൂർ നമ്പൂതിരിപ്പാടിന് പരിക്ക് പറ്റിയതായിട്ടാണ് ചരിത്രരേഖകൾ പറയുന്നത്. ക്ഷേത്രത്തിനകത്ത് കൊച്ചി രാജാവിൻ്റെ ആളുകളും തിരുവിതാംകൂർ രാജാവിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള സംഘർഷമാണ് നടക്കുന്നത്. കൊല്ലവർഷം 1087 മുതലാണ് 6ാമത്തെ കൈമൾ, അതാണ് അവസാനത്തെ കൈമൾ. ആ കൈമൾ ഭരണമാണ് അച്യുതമേനോൻ്റെ ഗവൺമെൻറ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യമായി പ്രവർത്തിക്കുകയും രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തുമെല്ലാം തന്നെ അന്ന് നിലനിന്നിരുന്ന എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്ര രാജ്യമായി ഒരു സൈനികൻ്റെ പോലും പിന്തുണയില്ലാതെ ഒരു സ്വതന്ത്ര രാജ്യമായ ഒരു ഭൂപ്രദേശം ഭരിച്ചുകൊണ്ട് നടന്ന ഒരു ചരിത്രമാണ് ഈ പറയുന്ന ബ്രാഹ്മണ സഭയ്ക്കും അവർ മുൻനിർത്തുന്ന കാലാകാലങ്ങൾ മാറി വരുന്ന കൈമളെ മുൻനിർത്തി നടത്തുന്ന ഭരണത്തിനുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം.
ഈ ധാർഷ്ട്യമാണ് ഐക്യ കേരളം രൂപപ്പെടുന്നതോടെ, ജനാധിപത്യം വരുന്നതോടെ തകർന്നു പോകുന്നത്. അപ്പോൾ തങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം തല പൊക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ജനാധിപത്യ സമൂഹം വളരെ ജാഗ്രതയോടെ ഇത്തരം ക്ഷേത്രസ്ഥാനങ്ങൾ നോക്കിക്കാണേണ്ടത്. നമുക്ക് നമ്മുടെ കുട്ടംകുളം സമരത്തിൻ്റെ കഥ പിന്നീട് പറയാം. ഇപ്പോൾ ബ്രാഹ്മണ സഭയുടെ ആളുകളെല്ലാവരും പറയുന്നത് അവരെല്ലാവരും നാടിൻ്റെ പുരോഗതിക്കും ഹിന്ദു ഐക്യത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. മുൻപും അവരങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അവർ വലിയ പുരോഗമനകാരികളായ ആളുകളാണെന്നുള്ള അവകാശവാദങ്ങൾ നമ്മൾ പല ദിക്കുകളിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അവരത് വളരെ മികച്ച രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് ഈ വിളംബരത്തിനെ പിന്തുണച്ച ആളുകളാണ് ഞങ്ങൾ എന്നുള്ളതാണ്. അവർ പിന്തുണച്ചതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പൂതിരി തന്ത്രി കുടുംബമാണ് ഈ തരണനല്ലൂർ തന്ത്രി കുടുംബം എന്ന് പറയുന്നത്. ആ തരണനല്ലൂർ എന്ന് പറയുന്ന ഒറ്റ ഫാമിലി ഇപ്പോൾ 4 ഫാമിലി, അതിൻ്റെ അകത്ത് 4 തായ്വഴികളുണ്ട്. ഈ 4 തായ്വഴികളും പൊതുവെ തരണനല്ലൂർ എന്ന് പറയുന്ന പേരിന് അർഹരുമാണ്. അപ്പോൾ തരണനല്ലൂർ നമ്പൂതിരിപ്പാടുമാരുടെ ഈ 4 ഫാമിലികൾ ഇവർ യഥാർത്ഥത്തിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും മലബാറിൽ പോലും പ്രധാന ക്ഷേത്രങ്ങളുടെ തന്ത്രാധികാരം തലമുറകളായി കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണ്. അവർ ഒരു പരിധിവരെ പറഞ്ഞാൽ കേരളത്തിലെ മലയാള ബ്രാഹ്മണരുടെ തന്ത്രത്തിൻ്റെ അവസാന വാക്കാണ് എന്ന തരത്തിൽ പോലും പ്രാമാണികത അവകാശപ്പെടുന്ന ആളുകളുമാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഉദാഹരണത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ളവരുടെ തന്ത്രം കാലങ്ങളായിട്ട് അവരുടെ കയ്യിലാണ് എന്നുള്ളതും ഈ പ്രാമാണികത കൈവരാനുള്ള കാരണമാണ്. അതല്ലാതെ പാണ്ഡിത്യമല്ല, മറിച്ച് അത്തരം പ്രധാന ക്ഷേത്രങ്ങൾ, പ്രധാന 2 രാജ്യങ്ങളിൽ അവർക്കുള്ള സ്വാധീനം, ഇതൊക്കെ കാരണമാണ്. അപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ പിന്തുണച്ച ആളുകളും അതിൻ്റെ പേരിൽ ബ്രാഹ്മണരിൽ നിന്ന് പോലും ഭ്രഷ്ട് കിട്ടിയ ആളുകളാണ് ഞങ്ങളെന്നാണ്. അങ്ങനെയുള്ള ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ ജാതിവാദികളാക്കണമെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും അവകാശവാദത്തിൽ സത്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം അത് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ക്ഷേത്രപ്രവേശനത്തെപ്പറ്റി ആലോചിക്കാൻ, അതിനെപ്പറ്റി പഠിക്കാൻ, അതിനെപ്പറ്റിയുള്ള പരാതികളും പൊതുജനാഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു സമിതിയെ വെച്ചിരുന്നു. മിസ്റ്റർ കെ പരമേശ്വരൻ പിള്ള BL ഹൈക്കോടതി ജഡ്ജി, അങ്ങനെ ഉള്ള ആളുകൾ അതിൽ മെമ്പർമാരായിരുന്നു. അനന്തനാരായണ അയ്യരുണ്ടായിരുന്നു, M ഗോവിന്ദൻ ഉണ്ടായിരുന്നു, റാവു ബഹദൂർ, ഉള്ളൂർ പരമേശ്വരൻ അയ്യരുണ്ടായിരുന്നു, TK വേലുപ്പിള്ള, കേശവശാസ്ത്രി. ഇങ്ങനെയുള്ള ആ കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേര് വായിച്ചു വരുമ്പോൾ നമുക്ക് 7ാമത്തെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ഇങ്ങനെയാണ് കാണുക: തരണനല്ലൂർ നമ്പൂതിരിപ്പാടിനാൽ തിരഞ്ഞെടുത്ത് നിശ്ചയിക്കുന്ന ഒരു മഹാൻ. അപ്പോൾ 7ാമത്തെ മെമ്പറെ, അതിലൊരു മെമ്പറെ നിയമിക്കാനുള്ള അധികാരം അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ് നൽകുന്നത് തരണനല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ ഫാമിലിക്കാണ്. തരണനല്ലൂർ നമ്പൂതിരിപ്പാട് തീരുമാനിക്കും ആരാ കമ്മിറ്റിയിലിരിക്കണം. അപ്പോൾ തരണനല്ലൂർ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നൊരു വലിയ പ്രതാപിയായ ഒരു പുരോഹിതൻ കമ്മിറ്റി വന്നിരിക്കില്ല. അദ്ദേഹം അവിടേക്ക് ഒരു പ്രതിനിധിയാണ് അയക്കാം. രാജാവിൻ്റെ കമ്മിറ്റി കാരണം പ്രതിനിധി അയച്ചു, അല്ലാത്ത കമ്മിറ്റി ആണെങ്കിൽ ഒരു വടിയായിരിക്കും ചിലപ്പോൾ അയക്കുക. വടി മാത്രമേ ചെല്ലൂ, അല്ലാതെ നമ്പൂതിരിപ്പാട് ചെല്ലില്ല. അപ്പോൾ അവിടേക്ക് പ്രതിനിധിയായി അദ്ദേഹം അയക്കുന്നത് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയാണ്. ദൗർഭാഗ്യവശാൽ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ മഹനീയമായ ഒരു ജീവിതത്തിലെ കറുത്തൊരേടായി ആ അദ്ദേഹം ഇങ്ങനെ നിലനിൽക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹം സംസ്കൃതം ഭാഷയൊക്കെ എല്ലാവരെയും ജാതി മതത്തിന് അതീതമായി പഠിപ്പിക്കാൻ ശ്രമിച്ച വളരെ നല്ലൊരു സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസ്യതയുള്ള അന്നത്തെ പട്ടാമ്പി സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയെ ശ്രീനാരായണ ഗുരുവൊക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ബഹുമാന്യനായ അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തരണനല്ലൂരിന് വേണ്ടി എന്താണ് ഇവിടെ ഇദ്ദേഹം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ തരണനല്ലൂർ ഫാമിലി ഈ പറയുന്ന പുരോഗമനകാരികളായിരുന്നോ? തരണനല്ലൂർ നമ്പൂതിരിപ്പാടുമാർക്ക് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തോട് എന്ത് സമീപനമാണ് ഉണ്ടായിരുന്നത്? അതാണ് ഈ ജാതി ബ്രാഹ്മണ്യം, അതിൻ്റെ ചരിത്രം എന്ത് എന്ന് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ച് ഈ കമ്മിറ്റിയിൽ തരണനല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ പ്രതിനിധിക്ക് പറയാനുണ്ടായിരുന്നതെന്ന് കേരളം കേൾക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ പുരോഗമനകാരികളാണെന്നും വിപ്ലവകാരികളാണെന്നും ഞങ്ങൾ ജാതിക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരാണെന്നൊക്കെ ഇൻഡയറക്റ്റായിട്ട് അവകാശപ്പെട്ട് വരുന്ന സമയത്ത് ഇവരുടെ ചരിത്രം എന്താണ്, ഇവരുടെ പ്രതിനിധി എന്താണ് ഇവിടെ പറഞ്ഞത് എന്ന് നമ്മൾ ഈ സമൂഹത്തിനോട് പറയാൻ ഇതാണ് സമയം. നമ്മളിവിടെ പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഞാനിത് പറയാൻ കാരണം, നമ്മുടെ കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞ സ്വാമി ഉണ്ടായിരുന്നു.
ഭൂപരിഷ്കരണത്തിൻ്റെ കേസ് പോയ സ്വാമിയാണ്. അദ്ദേഹം ചരിത്രത്തിൽ വലിയ ഒരു സംഭാവനയാണ് ആ കേസിലൂടെ നൽകിയത്. പുള്ളിക്കാരൻ്റെ കേസുകാരനാണ് നമ്മുടെ ഭരണഘടനാപരമായി നമുക്ക് ഒരു ക്ലാരിറ്റി നമ്മുടെ പല വിഷയങ്ങളും ലഭിക്കുന്നത്. കേശവാനന്ദ ഭാരതി മരിച്ചപ്പോൾ വളരെ പുരോഗമനകാരിയാണെന്ന് നമ്മളെല്ലാവരും കരുതുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടു, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് വലിയ സംഭാവന ചെയ്ത ഭൂപരിഷ്കരണ നിയമത്തെയൊക്കെ കെട്ടുറപ്പിക്കാൻ സഹായിച്ച വലിയ സ്വാമി അന്തരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ആദരാഞ്ജലികളും. സംഭവം എന്താണ്? ഈ നിയമത്തിനെതിരെ കേസ് പോയത്, ഈ നിയമത്തിനെതിരെ പ്രവർത്തിച്ച ആളാണ്, കേസ് പോയി തോറ്റ ആളാണ്. പക്ഷേ ബ്രാഹ്മണൻ തെറ്റ് ചെയ്ത ആളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടായാലും മഹാനാക്കപ്പെടും. കേശവാനന്ദ ഭാരതിയുടെ ചരമസമയത്ത് അദ്ദേഹത്തിന് വന്ന അനുസ്മരണ കുറിപ്പിൽ ഒന്നിനെ മുൻനിർത്തി ഞാൻ പറയുകയാണ്, അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഈ റിപ്പോർട്ടിൽ നമ്മുടെ പൊന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ഈ കമ്മിറ്റിക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന കാര്യം, ഈ ഹിന്ദു ഐക്യം എന്നതിനെ നമ്മളെങ്ങനെയാണ് കാണുന്നത്, ഹിന്ദുക്കളിൽ തന്നെ ഹിന്ദു ഐക്യം വേണമെന്നുള്ള അവർണർ എങ്ങനെയാണ് കാണുന്നത്, ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ആശയത്തെ സവർണ ഹിന്ദുക്കൾ, യാഥാസ്ഥിതികരായ സവർണ ഹിന്ദുക്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് മൂന്ന് കാഴ്ചയാണ്. അപ്പോൾ സവർണ യാഥാസ്ഥിതിക ഹിന്ദുക്കൾ എല്ലാവരും തന്നെ, നിങ്ങൾ ഇത് പറയുന്നതിൻ്റെ പേരിൽ തന്നെ എതിർക്കരുത്, എല്ലാവരും തന്നെ ഹിന്ദു ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. പക്ഷെ അവർ പറയുന്ന ഹിന്ദു ഐക്യം വേറെയാണ്, അവർണറിലെ സംഖ്യകൾ മനസ്സിലാക്കുന്ന ഹിന്ദു ഐക്യം വേറെയാണ്, സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഹിന്ദു ഐക്യം വേറെയാണ്. അവർ കാണുന്ന ഹിന്ദു ഐക്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ 12 അധ്യായങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് ആലോചിക്കണം. അത്രയും വിപുലമായ ഒരു റിപ്പോർട്ടാണ് പുള്ളി പറയുന്നത്. അതായത് ഈ അവർണർക്ക് ചില അധികാരങ്ങൾ, അവകാശങ്ങളൊക്കെ ചില ക്ഷേത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കുടുംബക്ഷേത്രമായ മണക്കൽ ഭഗവതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ജീവചരിത്രകാരന്മാരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ആ ക്ഷേത്രത്തിൽ നായന്മാരോടൊപ്പം ചില അവകാശങ്ങൾ ഈഴവർക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാൻ വായിച്ച ഒരാൾ എഴുതിയതാണ്, നായന്മാർക്കുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാക്കിനെ ഒന്നുകൂടെ വിപുലീകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായന്മാരും ഈഴവരും വളരെ ഏകോദര സഹോദരന്മാരെ പോലെ തുല്യതയോടെ ഒരു പാത്രത്തിൽ ഉണ്ടുറങ്ങിയിരുന്ന അതിന് തെളിവാണ് ഇത് എന്നൊക്കെയാണ് വ്യാഖ്യാനം. അങ്ങനെയല്ല. ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ എടുത്ത് നോക്കൂ, വൈക്കം ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും അവകാശമുണ്ട്. അപ്പോൾ കണ്ട, ഞങ്ങൾ വൈക്കം ക്ഷേത്രത്തിൽ എല്ലാവർക്കും അവകാശം ഉണ്ടായിരുന്നല്ലോ. എന്ത് അവകാശമാണ്? ഈ അവകാശത്തെ എങ്ങനെയാണ് ബ്രാഹ്മണർ കാണുന്നത്? അതാണ് നമുക്കിവിടെ പറയേണ്ട കാര്യം. അത് കൃത്യമായി പൊന്നശ്ശേരി നീലകണ്ഠ ശർമ്മ തരണനല്ലൂരിൻ്റെ പ്രതിനിധിയായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക സവർണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അവർണർക്ക് പ്രവേശനം അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് വല്ല ദേശ നടപടി ഉണ്ടോ, ദേശ നടപടി മീൻസ് എന്തെങ്കിലും കീഴ്വഴക്കങ്ങളുണ്ടോ എന്നാണ് ചോദ്യം. അതിനാൾ തന്നെ ഉത്തരം പറയുകയാണ്, ഇക്കാര്യത്തിൽ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് മുഖേന അന്വേഷിച്ചതിൽ നിന്ന് 6 ക്ഷേത്രങ്ങളിൽ അവർണർ പ്രവേശിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഹിന്ദു ഐക്യത്തിൻ്റെ ആളുകൾക്കൊക്കെ രോമാഞ്ചൊക്കെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പേ തന്നെ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തിലെ 6 ക്ഷേത്രങ്ങളിൽ, 6 പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഈ അവർണ ജാതിക്കാർക്ക് പ്രവേശനമുണ്ട് എന്നാണ് കണ്ടെത്തുന്നത്. എന്താണ് പ്രവേശനം എന്നുള്ളത് നമ്മൾ വായിക്കേണ്ടത് കേട്ടോ. അതിനുശേഷം എന്താണ് പൊന്നശ്ശേരി ആർഗ്യ ചെയ്യുന്നതും കൂടെ നമ്മൾ അറിയണം. വൈക്കം ഗ്രൂപ്പിൽ കാലായ്ക്കൽ എന്ന ക്ഷേത്രമാണ് അതിൽ ഒരെണ്ണം. അതിൽ നിത്യപൂജ നടത്തുന്നത് ഈഴവനാണ്. ഓക്കെ ആണോ? അതെ. സവർണർ സാധാരണയായി പ്രവേശിച്ച ആരാധന നടത്തുക പതിവില്ല. അതായത് ഈഴവനാണ് അവിടെ പൂജിക്കുന്നത്, അതുകൊണ്ട് സവർണർ അങ്ങോട്ട് പോവില്ല. ഇതാണ് കാര്യം. രണ്ടാമത്തത്, പാറശാല ഗ്രൂപ്പിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ വെള്ളായണി ഭഗവതി ക്ഷേത്രമാണ്. ഇത് ഒരു മുടിപ്പുര മാത്രമാണ്, നിത്യപൂജക്കാരൻ കൊല്ലനാണ്, സവർണർ ഭജിക്കാറുമില്ല, പോകാറുമില്ല. 2. അപ്പോൾ 2ൻ്റെ കാര്യം കഴിഞ്ഞു. 3, വെട്ടിക്കവല ഗ്രൂപ്പിൽ മേലൂട്ട് ശിവക്ഷേത്രമാണ്. അവിടെ മതിൽക്കകം വലിയതാണ്. അതായത് ഈ മേലൂട്ട് ശിവക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് വളരെ വലുതാണ്. അഗ്നികോണിൽ പ്രത്യേക വഴി വെട്ടിയിട്ടുണ്ട്. കുറവർ മാത്രം ആ വഴി പ്രവേശിച്ച് ഒരു മൂലയിൽ നിന്ന് ആരാധിക്കും. അപ്പോൾ കുറവർക്ക് അഗ്നികോണിൽ പ്രത്യേകമായൊരു ക്ഷേത്രമുണ്ട്, മതിൽക്കെട്ടിനകത്താണ് അത്. ആ സ്ഥലം യഥാർത്ഥ മതിൽക്കിനുള്ളിൽപ്പെട്ടതല്ലെന്നും ആണ് പലരും പറയുന്നത്. മതിൽക്കകം വലുതാക്കിയതാണ്. അതായത് മതിൽ വലുതാക്കിയപ്പോൾ കുറവരുടെ ടെമ്പിൾ ഉള്ളിലായി പോയതാണ്. അതുകൊണ്ട് കുറവർക്ക് അവിടത്തോളം വരെ വന്ന് ആരാധിക്കാം, അതല്ലാതെ പ്രത്യേകിച്ച് അവകാശമൊന്നും അവർക്കില്ല എന്ന് ചുരുക്കം. അടുത്തത്, അമ്പലപ്പുഴ പ്രസിദ്ധ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇവിടെ 12 കൊല്ലം കൂടുമ്പോൾ 15 ദിവസം പള്ളിപ്പാന എന്നൊരു ഉത്സവമുണ്ട്. അക്കാലം മതിൽക്കകത്ത് മന്ത്രശാലയുടെ കിഴക്കേ മുറ്റം വരെ പ്രദക്ഷിണ വഴിയിൽ നിന്ന് 50 അടി അകലെ ഈഴവനും വേലനും മാത്രം പ്രവേശിക്കുന്നുണ്ട്. മനസ്സിലായോ?
പക്ഷേ നമ്പൂതിരിപ്പാട് വിശദീകരിക്കുകയാണ്, നമ്പേതിരി വിശദീകരിക്കുകയാണ്, ആ സ്ഥലം യഥാർത്ഥ മതിലിന് പുറത്താണ്, അവർ ആ ഉത്സവത്തിൽ പ്രവർത്തിക്കാരുമാണ്, അവർ പോയാൽ ദ്രവ്യകലശം ചെയ്യാറുണ്ട്. അവരൊന്ന് കയറ്റും, 12 വർഷം കൂടുമ്പോൾ 15 ദിവസത്തേക്ക് അവിടെ കയറ്റും, അതും ഒരു പ്രത്യേക പരിധി വരെ കയറ്റും. അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ശുദ്ധികലശം ചെയ്യും. ഈ പരിപാടിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്മനാഭപുരം ഗ്രൂപ്പിൽ മണക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ്. അവിടെ നിത്യപൂജക്കാരൻ കുരുക്കളാണ്. ഇത് സാധാരണയായി അവർണർ മാത്രം പോയി ഭജിക്കുന്ന ക്ഷേത്രമാണ്. ശില്പശാസ്ത്രപ്രകാരം പണിയിച്ച ക്ഷേത്രമല്ല. ആഗമവിധി പ്രകാരം വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടില്ല. ഒരു പുറ്റ് മാത്രമാണ് വിഗ്രഹസ്ഥാനത്തുള്ളത്. അവിടെ മുമ്പും ആടും കോഴിയും അറക്കുന്ന പതിവുണ്ടായിരുന്നു. അത് ബ്രാഹ്മണിക്കൽ ടെമ്പിൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അയിരൂർ പുതിയ കാവ് ക്ഷേത്രമാണ് മറ്റൊന്ന്. അവിടെ കൊല്ലം തോറും പടയണി ഉത്സവത്തിന് പ്രദക്ഷിണ വഴിയിൽ നിന്ന് 25 അടി ദൂരെ ഈഴവർ പ്രവേശിക്കുന്നുണ്ടായിരുന്നു. പടയണിക്ക് ഈഴവർ ചില പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ ശുദ്ധി കലശവും ദ്രവ്യ കലശവും ചെയ്തിരുന്നു. മനസ്സിലായോ? ഈഴവർ കയറ്റും, പക്ഷേ അവിടെ ശുദ്ധി കലശം ചെയ്യും. പടയണി വേണ്ടെന്ന് വെച്ചു, ഈഴവർ പ്രവേശിക്കാറില്ല. അപ്പോൾ ഈഴവർ കയറുന്നതുകൊണ്ട് പടയണി തന്നെ നിർത്തി. അതുകൊണ്ട് ആ പരിപാടി അവിടെ ഇല്ല. ഇനി അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനാണ്, ഇതെല്ലാം ആലോചിക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ അവർണരെ വല്ല പ്രവൃത്തിയും ചെയ്യിക്കേണ്ടതായി വരുമ്പോൾ പ്രത്യേക നിശ്ചയപ്രകാരം പ്രവർത്തിക്കാർ മാത്രം പ്രവേശിക്കുകയും അപ്പോൾ യഥോചിതം ശുദ്ധികർമ്മം ചെയ്യുകയും മാത്രമാണ് നടപടി എന്ന് കാണുന്നു. ശാസ്ത്രാനുസാരേണ പ്രതിഷ്ഠിക്കപ്പെടാത്ത ക്ഷേത്രങ്ങളിൽ ഈ നിർബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് കാണുന്നത്. അവർണർക്ക് പ്രവേശനം ഇങ്ങനെയല്ലാതെ സാധാരണയായി ഒരു ക്ഷേത്രത്തിലും അനുവദിക്കുന്നില്ലെന്നാണ് കാണുന്നത്. അതായത് അവർണരെ ക്ഷേത്രത്തിൽ കയറ്റുന്ന പതിവില്ല. ഇങ്ങനെ എന്തെങ്കിലും ആചാരത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിലാണെങ്കിൽ അത് ക്ഷേത്രങ്ങളുടെ യഥാർത്ഥത്തിനുള്ള അകത്തേക്കല്ല പ്രവേശിപ്പിക്കുന്നത്. അഥവാ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ശുദ്ധികലശം ചെയ്ത് മാറ്റി അതിനുശേഷം ശുദ്ധികലശം ചെയ്യാറാണ് പതിവ്. ഇനിയാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അധ്യായത്തിൽ അവർണർ അവരവരുടെ അതിർത്തി വരെ മാത്രം വന്ന് യഥാർത്ഥപൂർവ്വം ആരാധിച്ചു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ അവർണരും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട അതിർത്തി വരെ മാത്രം പ്രവേശിക്കുകയും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട ജാതിധർമ്മം അനുഷ്ഠിക്കുകയുമാണ് വേണ്ടത്. അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട ജാതിധർമ്മം മാത്രമേ ചെയ്യാവൂ. അതിനപ്പുറം ഒന്നും അവകാശപ്പെടുകയോ ഒന്നും അവർക്ക് നൽകുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഈ പുന്നശ്ശേരിയുടെ റിപ്പോർട്ടിൻ്റെ കാതൽ. ഇനി അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അടുത്ത അധ്യായത്തിൽ മനുസ്മൃതിയിൽ നിന്ന് മാധവാചാര്യരെ ഉദ്ധരിച്ചുകൊണ്ട്, അതുപോലെ മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട്, പിന്നെ ദേവി ഭാഗവതത്തെ ഉദ്ധരിച്ചുകൊണ്ട്, അങ്ങനെ നിരവധിയായ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള തെളിവുകളാണ് വൈകാനസ ധർമ്മസൂത്രം മുതലുള്ള നിരവധി തെളിവുകളാണ് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് നിരന്തരം നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ തരണല്ലൂരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതോ അദ്ദേഹം ചെയ്തതുമായ കാര്യമാണ്. ഇനി ക്ഷേത്രപ്രവേശനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുക എന്നുണ്ടാവൂ എന്നും തരണല്ലൂരിൻ്റെ ആളുകൾ അന്ന് ചിന്തിച്ചിരുന്നു. അവർ പറയുന്നത്, ക്ഷേത്രപ്രവേശനം അനുവദിച്ചാലും സവർണർ അവർണർ തമ്മിൽ സമുദായ സംബന്ധമായോ മതസംബന്ധമായോ സമത്വം ഉണ്ടാകില്ല. അതുകൊണ്ട് ആലോചനാ ശക്തിയുള്ള സവർണരും അവർണരും അങ്ങനെ വിചാരിക്കില്ല. സമുദായ കാര്യമായ സമത്വം, കൃഷി, കച്ചവടം അങ്ങനെയൊക്കെ പറഞ്ഞ അദ്ദേഹം പറയാണ്, ഒരു കാരണവശാലും ഹിന്ദു ഐക്യം ഉണ്ടാവാൻ പോകുന്നില്ല ക്ഷേത്രപ്രവേശനം കൊണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അവർണർക്ക് മാത്രമല്ല, അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചാൽ സവർണർക്ക് മതസംബന്ധമായ ക്രിയകളിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടും. അപ്പോൾ അവർ തമ്മിൽ വിരോധം സംഭവിക്കും. അത് നിമിത്തം ഇപ്പോഴുള്ള സമുദായഗതമായ സമത്വവും പരസ്പര സഹായവും കൂടി നശിച്ചെന്നും വരാം. അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുകയാണെങ്കിൽ അത് അവർണരും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം ക്ലിയറായി പറയുന്നുണ്ട്. ക്ഷേത്രപ്രവേശനം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ ആ സവർണർ പോകില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് നെറ്റിൽ അവൈലബിൾ ആണ്, വായിച്ചു നോക്കാം. അപ്പോൾ എല്ലാ നിലയ്ക്കും ഈ ക്ഷേത്രത്തിൽ അവർണർ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായ സമൂഹത്തിന് നല്ലതല്ലാത്തൊരു കാര്യമാണെന്നാണ്. അവസാനം അദ്ദേഹം 5 ചോദ്യങ്ങൾ ക്രോഡീകരിക്കുന്നുണ്ട്. അവർണർക്ക് ഇപ്പോൾ അതായത് 5 ഓപ്ഷൻസാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേത് ഓപ്ഷനാണ് നല്ലതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അവർണർക്ക് ഇപ്പോൾ ആചാരപ്രകാരമുള്ള അതിർത്തിയിൽ കുറേ കൂടി മുന്നോട്ട് പ്രവേശനം കൊടുക്കുക, അതാണ് ഒരു ഓപ്ഷൻ. ഇപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു മുന്നോട്ടിടാം. രണ്ടാമത്, അവർണർക്കും സവർണർക്കും ക്ലിപ്തമായ സമയം നിശ്ചയിച്ച് സോപാനം വരെ പ്രവേശനം കൊടുക്കുക. എല്ലാവർക്കും സോപാനം വരെ പോവാം, പക്ഷെ വേറെ ടൈമിലായിരിക്കും പോവാം. പിന്നെ ഗവൺമെൻറ് ക്ഷേത്രങ്ങളിൽ ചിലത് സവർണർക്കെന്ന പോലെ അവർണർക്കും കൂടെ പ്രവേശനം കൊടുക്കുക, ഗവൺമെൻറ് ടെമ്പിൾസിൽ മാത്രം. പിന്നെ പറയുന്നത്, ചില ക്ഷേത്രങ്ങൾ അവർണർക്ക് മാത്രമായും ചിലത് സവർണർക്ക് മാത്രമായും നീക്കി വയ്ക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ഡൽഹിയിൽ ചില നമ്പറുള്ള കാറുകൾ
ഒരു ദിവസം ഇറങ്ങുകയും വേറെ കാറുകൾ വേറെ ദിവസം വരികയും ചെയ്യുന്ന പോലെ അവർണർ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകട്ടെ, സവർണർ വേറെ ദിവസം പോകട്ടെ എന്ന് പറയുന്ന കാര്യം. അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങൾ അവർണർ പോകട്ടെ, ചില ക്ഷേത്രങ്ങൾ സവർണർ പോകട്ടെ എന്ന് പറയുന്ന കാര്യം. പിന്നെ അടുത്ത നിർദ്ദേശമായിട്ട് അദ്ദേഹം പറയുന്നത് അവർണർക്ക് ആരാധിക്കാൻ ഇപ്പോൾ അവരുടെ വകയുള്ള ക്ഷേത്രങ്ങൾക്ക് പുറമെ വേണ്ടിടത്തോളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ സഹായം ചെയ്യുക. ഇതിലെ ആദ്യത്തെ എല്ലാ ഓപ്ഷൻസിനെയും അദ്ദേഹം തള്ളുകയും വേണമെങ്കിൽ, നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ ഓപ്ഷൻ സവർണർക്ക് സ്വന്തം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ സഹായം കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും സവർണ ക്ഷേത്രങ്ങൾ അനുകരിച്ച് അതുപോലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള സഹായമാണ് കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവർണർക്ക് പറഞ്ഞിട്ടുള്ള പോലുള്ള ആരാധനകളാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ശ്രേയസ് ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ കർമ്മങ്ങൾ അനുകരിച്ച് ചെയ്താൽ അത് ദോഷകരമാണ് എന്നും പറയുന്ന ധാരാളം അർത്ഥത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് ഇതിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് താരണനെല്ലൂരിൻ്റെ പ്രതിനിധി തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് എടുത്ത നിലപാട്. പക്ഷേ CP രാമസ്വാമിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് അദ്ദേഹം ക്ഷേത്രപ്രവേശനം വിളംബരം പ്രഖ്യാപിച്ചു. ആ സമയത്ത് തരണനല്ലൂർ നമ്പൂതിരി ഫാമിലി വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോയി. കാരണം അവരുടെ മുമ്പിൽ അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ അവർക്ക് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ട്രാവൻകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ തന്ത്രം ഉപേക്ഷിക്കാം. കാരണം ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണർ പ്രവേശിക്കുന്ന നിമിഷം തന്നെ ഈ ടെമ്പിളിലെ ഈ വിഗ്രഹത്തിൻ്റെ എല്ലാ ചൈതന്യവും നശിക്കും. പിന്നെ വെറും ഒരു ഭാഷാണ ഗ്രന്ഥമാണ്, ഒരു ശിലയാണത്, അതുകൊണ്ടൊരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ധാരാളം പരാതികൾ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ സ്ത്രീകൾ ഉൾപ്പെടെ സമർപ്പിക്കുന്നുണ്ട്. ആ രേഖയും ഞാൻ കൊണ്ടുവന്നില്ല, അത് ഞാൻ തരാം. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം നിവേദനങ്ങൾ ഈ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അവർണർ കയറിയാൽ ആ നിമിഷം ക്ഷേത്രത്തിലെ ചൈതന്യം നശിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ഒന്നുകിൽ തിരുവിതാംകൂറിൽ അവർ തന്ത്രാധികാരം നിലനിൽക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ രാജാവിനെ അംഗീകരിച്ചുകൊണ്ട് ഈ വിളംബരം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നുള്ള രണ്ട് വഴികളാണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളത്. സ്വാഭാവികമായും അവർ ഇത്രയും വലിയ സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ തന്ത്രാധികാരം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഈ റിപ്പോർട്ടൊക്കെ മടക്കി വെച്ച് അവർ പഴയ പോലെ തന്നെ തന്ത്രം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പുരോഗമനകാരികളാണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പാക്കുന്ന സമയത്ത് കൊച്ചി കുറച്ചും കൂടി ധർമ്മരാജ്യമാകാൻ, ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദു രാജ്യം തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടു. കൊച്ചി പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് ഒരു ക്ഷേത്രത്തിലും ഒരവർണറെ കയറ്റില്ലെന്നും പറയുക മാത്രമല്ല, അങ്ങനെ തിരുവിതാംകൂറിൽ വന്ന് അവർണർ കയറിയ ക്ഷേത്രങ്ങൾ തന്ത്രമോ പൂജയോ ചെയ്യുന്ന ബ്രാഹ്മിൺസ് പൂജിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ കയറില്ലെന്നും അവർക്ക് ഭ്രഷ്ട് കൽപ്പിയെന്നും കൂടെ അവർ പറഞ്ഞു. അതിൻ്റെ രേഖ നമുക്ക് ബഹുമാനപ്പെട്ട ചെറായി രാമദാസിൻ്റെ കായൽ സമ്മേളന രേഖകൾ അദ്ദേഹം അത് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. തിരുവനന്തപുരത്ത് ചേർന്ന ഒരു വലിയ ബ്രാഹ്മണ പൊതുയോഗം രാജാവിന് പിന്തുണ നൽകി. കൈമുക്ക് വൈദികനും വെളുത്തെടുത്ത് തരണനല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ യഥാസ്ഥിതിക നമ്പൂതിരിമാർ ഇരിഞ്ഞാലക്കുടയിൽ കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വിളംബരത്തെ എതിർത്തു. തരണനല്ലൂരിലെ തന്നെ മറ്റൊരംഗം, അതായത് തരണനല്ലൂർ നമ്പൂതിരിപ്പാടും ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ഇരിഞ്ഞാലക്കുടയിൽ യോഗം ചേർന്ന് ഈ വിളംബരത്തെ എതിർത്തു. അയ്യത്തക്കാർ കയറുന്ന തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പൂജാരിക്കെതിരെ നടപടി വേണമെന്ന് യോഗം ആലോചിച്ചു. കാരണം കൂടൽമാണിക്യത്തിലെ തന്ത്രിയാണ് ഇവരുടെയും തന്ത്രി. പുള്ളിക്കാരനെതിരെ നടപടി വേണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അയാൾ ആ ജോലി തുടരുകയാണെങ്കിൽ, അതായത് തിരുവിതാംകൂറിൽ വീണ്ടും തന്ത്രം ചെയ്യുകയാണെങ്കിൽ ഭ്രഷ്ടനാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനമാണ് പുള്ളിക്കാരനിപ്പോൾ വിപ്ലവകാരിയാക്കുന്നത്. അത്തരം കാര്യങ്ങളെ കൊച്ചി രാജ്യക്ഷേത്രങ്ങളിൽ വിലക്കണമെന്ന് കൊച്ചി രാജാവിനെ കൊണ്ട് നിവേദനം നടത്താൻ 10 നമ്പൂതിരി പുരോഹിതന്മാരുടെ ഒരു സംഘത്തെ തെരഞ്ഞെടുത്തു. ഇവരെ വിലക്കാനായിട്ട് രാജാവിനെ കാണാൻ 10 ആളെ തെരഞ്ഞെടുത്തു. രാജാവ് അതിനെ സമ്മതിക്കുന്നതിൽ നമ്പൂതിരി പുരോഹിതന്മാർ കൊച്ചി ക്ഷേത്രങ്ങളെ ഒന്നുകിൽ കൊച്ചിയിലെ ക്ഷേത്രങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധി ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം പൂജിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് ഇവരുടെ നിലപാട് ഇതായിരുന്നു. അതിനു മുമ്പ് നമുക്കറിയാം, തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിലെ കുട്ടം കുളം എന്ന് പറയുന്നൊരു കുളമുണ്ട്. അത് ക്ഷേത്രത്തിന് മുമ്പിലുള്ള വലിയൊരു കുളമാണ്. ആ കുളത്തിന് സമീപത്തോടെ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. ഈ ക്ഷേത്രത്തിൻ്റെ വഴി, ഈ വഴിയിലൂടെ സാധാരണക്കാരായുള്ള മനുഷ്യർക്ക്, അവർണർക്ക്, ദളിതർക്ക് നടക്കാൻ സാധിക്കില്ലായിരുന്നു. 1946 വരെ നമ്മൾ ഓർക്കണം. അവിടെ എങ്ങനെയാണ് പിന്നെ അവർണരും ദളിതരും ഈഴവരുമൊക്കെ ആ വഴിയിലൂടെ നടന്നു തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, അന്നത്തെ കൊച്ചിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി SNDP യോഗം
പുലയ മഹാസഭയുടെ ചാത്തൻ മാസ്റ്ററെ പോലുള്ള ആളുകൾ നടത്തിയ വലിയ വലിയ അന്ന് 5000 ആളുകളെ കൂട്ടിയാണ് ചാത്തൻ മാസ്റ്റർ അവിടെ സമ്മേളനം നടത്തുന്നത്. ചാത്തൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പുലയരുടെ നേതാവായിരുന്നു. ഈ 5000 പേരെ വെച്ച് ഇരിഞ്ഞാലക്കുട പോലൊരു സ്ഥലത്ത് വലിയ പ്രകടനം നടത്താൻ ശേഷിയുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് ചാത്തൻ മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. അങ്ങനെയാണ് ചാത്തൻ മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ മന്ത്രിയാകാനുള്ള ഒരു ധാർമ്മികമായ ഒരു അധികാരവും ശക്തിയും ഒക്കെ കൈവരുന്നത്. അത്രയ്ക്കധികം ജനപിന്തുണയുള്ള കൊച്ചിയിലെ പുലയരുടെ നേതാവ് എന്ന സ്ഥാനമാണ് ചാത്തൻ മാഷെ പോലുള്ളവർ നടത്തിയ പോരാട്ടം. അന്ന് പുലയ സ്ത്രീകളുടെ സമ്മേളനം നടന്നു പോകുമ്പോൾ ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ അന്നത്തെ ഏറ്റവും പരിഷ്കൃതരെന്ന് പറയുന്ന ആളുകളെക്കാൾ പരിഷ്കൃതമായ രീതിയിൽ വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ അവർ വളരെ അച്ചടക്കത്തോടെ ഇരിഞ്ഞാലക്കുടയിലെ പ്രകടനം നടത്തുന്നത് കണ്ടിട്ട് സവർണർ പോലും അതിശയിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തന്നെ പറയുന്നുണ്ട്, പ്രകടനത്തിൽ പങ്കെടുത്തവർ സംസാരിക്കുന്ന സംസാരങ്ങളെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറയുന്നുണ്ട്, ഇവരുടെ സ്ത്രീകളെക്കാൾ സവർണ സ്ത്രീകളെക്കാൾ നല്ല വൃത്തിമെടുപ്പിലാണ് ഞങ്ങൾ നടക്കുന്നത്, എന്നിട്ടും ഞങ്ങൾക്കും ഈ വഴിയിലൂടെ നടക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് ന്യായമാണ് എന്ന് ചോദിക്കുന്ന പോലെ സ്ത്രീകളുടെ സംഭാഷണം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി SNDP യോഗം, അത് മറ്റൊരു SNDP യോഗമാണ്. കൊച്ചി SNDP യോഗം അതിൻ്റെ പുതിയ പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പനെ തിരഞ്ഞെടുക്കുന്നു. P. ഗംഗാധരൻ, പിന്നീട് CPM നിന്നൊക്കെ പുറത്താക്കപ്പെട്ട അദ്ദേഹം ആ സമയത്ത് വലിയൊരു നവോത്ഥാന നായകനായി കേരളം എണ്ണേണ്ട ഒരു വലിയ പോരാളിയാണ് അദ്ദേഹം. SNDP യോഗത്തിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്ന ഒരു സമയം. അങ്ങനെയുള്ളവർ ആ യോഗത്തിൽ തന്നെ തീരുമാനിക്കുന്നത്, സഹോദരനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്ന യോഗത്തിൻ്റെ തന്നെ തീരുമാനം എന്ന് പറയുന്നത് ഇവിടെ സമരം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി മറ്റെല്ലാ സംഘടനകളെയും യോജിപ്പിക്കാൻ SNDP യോഗം തീരുമാനിക്കുന്നു. നായർ സമുദായത്തെ അടക്കം സമരത്തിലേക്ക് വിളിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. നായർ സമുദായം പക്ഷേ സമരത്തിൽ പങ്കെടുത്തതായുള്ള രേഖകളൊന്നും കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊച്ചി ഘടകത്തിൻ്റെ സെക്രട്ടറി C. അച്യുതമേനോനാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഈ ജാതീയതയ്ക്കെതിരെ സംഘടിപ്പിച്ച് സമരം ചെയ്യുക എന്നുള്ള നിലയ്ക്ക് വരുന്നു. അങ്ങനെ ഇന്ന് അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സമവാക്യം അവിടെ ഉണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SNDP യോഗവും പുലയ മഹാസഭയും ഒരുമിച്ച് ഇന്ന് സമരം ചെയ്യുന്നു. കാരണം അന്ന് സ്വത്വവാദം എന്ന് പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴാണെങ്കിൽ അച്യുതമേനോൻ സ്വത്വവാദി എന്ന് പറഞ്ഞ് പുറത്തു പോയാൽ ഭാവം. ഇതാണ് അവസ്ഥ. അപ്പോൾ അന്ന് ഈ ജാതീയതയ്ക്കെതിരെ വലിയ പോരാട്ടം നടക്കുകയും കുട്ടംകുളത്തിൽ 1946 ജൂൺ മാസം 23-ാം തീയതി വലിയ സമരം നടക്കുകയും അടിയാകുകയും അതിനെപ്പറ്റി P. ഗംഗാധരൻ്റെ വളരെ വൈകാരികമായ സ്മരണകളുണ്ട്. സഖാവ് P. ഉണ്ണി, അദ്ദേഹം വളരെ അടുത്ത കാലത്താണ് മരിച്ചത്. അതുപോലെ കാളിക്കുട്ടി, ഒരു സന്തോഷമൊക്കെ അറിയുന്ന ആളുകളാണ് അവരൊക്കെ. അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന ഇവരെല്ലാവരും തന്നെ ഈ കുട്ടംകുളം സമരത്തിലെ പോരാളികളായിരുന്നു. അതായത് കുട്ടംകുളം സമരത്തിൽ സവർണരുടെ ഗുണ്ടകളുടെ അടിയേറ്റ് വീണ ആളുകൾ വളരെ അടുത്ത കാലം വരെ നമ്മളെല്ലാവരും നേരിട്ട് കണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അത്രയ്ക്കും കുറച്ച് കാലമായിട്ടുള്ള ഈ നമ്പൂതിരിമാരുടെ, ഈ ബ്രാഹ്മണരുടെ ധാർഷ്ട്യം, അവരുടെ യാഥാസ്ഥിതികര ധാർഷ്ട്യം നമ്മുടെ മുൻ തലമുറ അനുഭവിച്ചവരാണ്. അവരുടെ അടി കൊണ്ട് വീണ ആളുകളെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. നമ്മളോടാണ് പറയുന്നത്, ഇവിടെ കാലാകാലങ്ങളായ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പേരിൽ ഹിന്ദു ഐക്യം പൂത്തുലയുന്ന നാടാണ് നമ്മുടെ നാടെന്നൊക്കെ ഉലഞ്ഞിരുന്ന നാടാണ്. അവിടെ ചില സ്വത്വവാദികളും ചില കമ്മ്യൂണിസ്റ്റുകാരും ചില മതേതരവാദികളൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഹിന്ദു ഐക്യം ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത് പറയുന്നവർ മനസ്സിലാക്കണം, ഞങ്ങൾ ഉണ്ണിച്ചേട്ടനെ കണ്ടിട്ടുള്ളവരാണ്, ഞങ്ങൾ ഈ പറയുന്ന ആളുകളെ കണ്ടിട്ടുള്ളവരാണ്. അത്രയും ചെറുപ്പത്തിലാണ് അവർ ആ സമരത്തിൽ വരുന്നത്. ഇങ്ങനെയുള്ള ഈ സമരം, ആ കുട്ടംകുളം സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നിങ്ങളൊന്ന് ഓർക്കണം. അതായത് കുട്ടംകുളം സമരത്തിലേക്ക് നയിക്കുന്ന ആ ഒരു ഉത്തരവുണ്ടാകുന്നത് 1910 കാലഘട്ടങ്ങളിലാണ്. ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ പറയുന്ന മതപരമായ താല്പര്യം മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ഉത്തരവിലേക്ക് പോകുന്നതെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. കൂടൽമാണിക്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറായി രാമദാസിൻ്റെ പുസ്തകത്തിൽ വളരെയധികം റെഫറൻസുകൾ കാണാം. കൂടൽമാണിക്യം തന്ത്രി അയിത്തപ്പെട്ടാൽ സമാധാന ലംഘനം എന്ന് മജിസ്ട്രേറ്റ് അങ്ങനെ ഒരു രേഖ കാണാം. കുട്ടംകുളത്തിൻ്റെ കിഴക്കും തെക്കും പടിഞ്ഞാറുമുള്ള കരകളിലുള്ള വഴികളെല്ലാം കൂടിയും ഹിന്ദുക്കൾ തന്നെ തീണ്ടജാതിക്കാരും ഇതര മതക്കാരും മേപ്പടി ക്ഷേത്രത്തിൻ്റെ ഉത്സവകാലത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്ത്രി മുതലായവർക്ക് അസഹ്യോപദ്രവം നേരിടുന്നതാണെന്നും അന്നിമിത്തം സമാധാന ലംഘനത്തിന് ഇടയുണ്ടെന്നും കണ്ടിരിക്കാൻ മേൽപ്പറഞ്ഞ വഴികളിലൂടെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആരും പോകാൻ പാടില്ല എന്ന് വിലക്കുന്ന ഉത്തരവുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ കുളത്തിനു വേണ്ടി അയിത്ത കൽപ്പന
ഇരിഞ്ഞാലക്കുട വില്ലേജിൽ കുട്ടംകുളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള കുട്ടംകുളം വഴിയിൽ കൂടി ക്രിസ്ത്യാനികളും മുഹമ്മദീരും തീണ്ടൽ ജാതിക്കാരുമായ മറ്റു ഹിന്ദുക്കളും ഗതാഗതം ചെയ്യുന്നതുകൊണ്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കും ടി ക്ഷേത്രത്തിൽ നിന്നുള്ള വഴിയിൽ ഗതാഗതം ചെയ്തു വരുന്ന ജനങ്ങൾക്കും അശുദ്ധി ബാധിക്കാൻ ഇടയുള്ളതുകൊണ്ട് അത് നിർത്തണമെന്ന് പറയുന്ന ഉത്തരവുകൾ, ഇങ്ങനെ ധാരാളം ഉത്തരവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ബ്രാഹ്മണ്യമാണ്. തന്ത്രിക്ക് വേണ്ടി, ബ്രാഹ്മണർക്ക് വേണ്ടി, ഈ പറയുന്ന ക്ഷേത്രയോഗത്തിന് വേണ്ടി. മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രമാണം എന്താണ്? ഈ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെല്ലാം ക്രിസ്ത്യാനികളുടെ വീടുകളുണ്ടായിരിക്കും. കാരണം അവർണരായിട്ടുള്ള ആളുകൾ നിവേദ്യ സാധനങ്ങൾ, അവിടേക്കുള്ള പൂജാ വസ്തുക്കളെല്ലാം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഈ ക്രിസ്ത്യാനി തൊട്ടാൽ ശുദ്ധമായെന്നാണ് വിശ്വാസം. അപ്പോൾ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ, ക്ഷേത്രത്തിലേക്കുള്ള എണ്ണ മുതലായ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാം എന്ന് പ്രമാണം പറഞ്ഞിരുന്ന ആളുകൾ ഇരിഞ്ഞാലക്കുടയിലെ ഈ സവർണ ഹിന്ദു അർദ്ധരാജ്യത്തിലെത്തുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്ക് പോലും മുസ്ലിങ്ങൾക്ക് പോലും കുട്ടംകുളത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ ഉത്സവ സമയത്തെങ്കിലും സാധിക്കില്ലാതിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് ഇരിഞ്ഞാലക്കുട ദൈവത്തിന് ആയിത്തക്കാർ വേണ്ട. അതായത് ഈ ഉത്സവം കഴിയുന്നവരെ ഹിന്ദുക്കൾ, തീണ്ടുള്ളവരോ ഹിന്ദുക്കളല്ലാത്ത മറ്റു ജാതിക്കാരോ നമ്പൂതിരി ബ്രാഹ്മണരല്ലാതെ വേറൊരു കാര്യം അങ്ങനെയൊന്നും കൊട്ടംകുളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഉത്തരവുകൾ വേറെ നമുക്ക് കാണാം. ഇതിനെല്ലാം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ലഹളയെ നീ തന്നെ പരിഷ്കർത്താവ് എന്ന് നമ്മുടെ ഈ ഭാസ്കരനുണ്ണിയുടെ കേരളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. ബോധാനന്ദ സ്വാമിയെ പോലുള്ള ആളുകൾ വന്ന് ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രമായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുറ. അവിടെ ആളുകൾ കയറ്റ് നേരിടുന്ന സമയത്ത് ബോധാനന്ദ സ്വാമിയൊക്കെ പോലുള്ള ആളുകൾ നല്ല അടി കൊടുത്താണ് പ്രശ്നം പരിഹരിക്കുന്നത്. അദ്ദേഹം അന്ന് ധർമ്മഭട സംഘം എന്ന പേരിൽ ഒരു സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. അത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നില്ല, മറിച്ച് ഇത്തരത്തിൽ സമാധാനം, ആളുകളെ വഴി നടത്തിക്കാൻ അനുവദിക്കാത്ത ആളുകൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളുമായിട്ടാണ് ബോധാനന്ദ സ്വാമി അന്ന് മുന്നോട്ട് പോയിരുന്നതെന്നുള്ളതും ചരിത്രമാണ്. പിന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം ഈ കൂടൽമാണിക്യം വലിയൊരു പൊതുജന ശ്രദ്ധയിലേക്ക് വരുന്നത് 1969 കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഏതാണ്ട് മുഴുവൻ ജീവനക്കാരെയും തച്ചുടയ്ക്കുമ്പോഴും ഈ പറയുന്ന മന്ത്രിമാരൊക്കെ ചേർന്ന് പിരിച്ചുവിട്ടു. എല്ലാവരും പിരിച്ചുവിട്ടു. അപ്പോൾ നിയമസഭാ രേഖകൾ ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ഒരു മെമ്പർ പറയുന്നത് 24 പേരെ പിരിച്ചുവിട്ടെന്നാണ്, മറ്റൊരാൾ പറയുന്നത് 42 പേരെ പിരിച്ചുവിട്ടെന്നാണ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലീഡർ പറയുന്ന സംഖ്യ 44ആണ്. എന്തായാലും 40-ലധികം പേരെ പിരിച്ചുവിട്ടെന്ന് ഒരു ഭൂരിപക്ഷ കണക്കനുസരിച്ചെടുക്കാം. ചുരുങ്ങിയത് നമുക്കിങ്ങനെ പറയാം, വസ്തുതാപരമായി പറഞ്ഞാൽ 24-നും 44-നും ഇടയ്ക്ക് ആളുകളെ പിരിച്ചുവിട്ടതായി നിയമസഭയിൽ നമുക്ക് റെക്കോർഡുണ്ട്. ഈ വിഷയം അപ്പോൾ അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊച്ചി ഘടകം സെക്രട്ടറി ആയിരുന്ന അച്യുതമേനോൻ, പിന്നീട് അച്യുതമേനോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയമാണത്. ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹം ആണെങ്കിൽ ഫസ്റ്റ് നിയമസഭയിലേക്ക് വരുന്നത് ഇരിഞ്ഞാലക്കുടയിലെ MLA ആയിട്ടാണ്. ഇരിഞ്ഞാലക്കുടയുമായി വളരെയധികം ബന്ധമുള്ള അച്യുതമേനോൻ. അച്യുതമേനോൻ്റെ കാര്യം കൃത്യമായിട്ട് അറിയാം. അവിടെ എന്താണ് ഇരിഞ്ഞാലക്കുട എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് അച്യുതമേനോൻ. ഇന്നത്തെ മന്ത്രിസഭയിലും ഇരിഞ്ഞാലക്കുടയിലെ പ്രതിനിധിയുണ്ട്. ബിന്ദു ടീച്ചർ ഇരിഞ്ഞാലക്കുടയിലെ നിയമസഭാ അംഗമാണ്. ഇരിഞ്ഞാലക്കുട ഒരു മന്ത്രിമണ്ഡലമാണെന്നോ ഒക്കെ പറയാം നമുക്ക്. അങ്ങനെ ഒരു സംഭവം അതിനുണ്ട്, ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ മുൻ MLA കൂടിയായ അച്യുതമേനോൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കാര്യം അറിയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് എടുക്കുന്ന തീരുമാനം, ഈ ക്ഷേത്രത്തിനെ ഒരു ഓർഡിനൻസ്, ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നുണ്ട്, പക്ഷേ ഹൈക്കോടതിയുടെ നിലപാട് കൈമൾക്കൊക്കെ അനുകൂലമായിട്ടാണ്. വേണ്ടത്ര സർക്കാർ ഇടപെടൽ ഫലപ്രദമാകാതെ വന്നപ്പോൾ ഒരു ഓർഡിനൻസ് വഴി ക്ഷേത്രം ഏറ്റെടുക്കാൻ അച്യുതമേനോൻ തീരുമാനിക്കുന്നു. ക്ഷേത്രം ഏറ്റെടുക്കുക എന്നുള്ള വാക്കല്ല, യഥാർത്ഥത്തിൽ ക്ഷേത്രത്തെ ജനാധിപത്യവൽക്കരിക്കാൻ അഥവാ ക്ഷേത്രത്തെ സ്വതന്ത്രമാക്കാൻ അച്യുതമേനോൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1970 മാർച്ച് 9 ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ഈ ഓർഡിനൻസ് പ്രകാരം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇരിഞ്ഞാലക്കുടയിലെ ബ്രാഹ്മിൺസിനെ നിങ്ങൾ വേദനിപ്പിച്ചാൽ, കാരണം മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾ നശിച്ചിരിക്കും എന്നാണ് നാട്ടിലെ വിശ്വാസം. അതിന് തെളിവുണ്ട്. പണ്ട് തൃക്കാണാമതിലകത്തെ നായന്മാർ തീരുമാനിച്ചു, ഞങ്ങളുടെ ഈ മതിലകം മുഴുവൻ, ഗ്രാമം മുഴുവൻ ഞങ്ങളൊരു മതിൽ കെട്ടിത്തിരിക്കാൻ പോകും. അങ്ങനെ അവരുടെ അവസാനത്തെ മതിൽ കെട്ടുന്നത് ഈ ഇരിഞ്ഞാലക്കുട ക്ഷേത്ര സങ്കേതത്തിൻ്റെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ അവർ ബ്രാഹ്മിൺസ് പറഞ്ഞു, ഇവിടെ കെട്ടരുത്, ഞങ്ങളുടെ ക്ഷേത്ര സങ്കേതമാണ്, കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊരു കഥയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, എങ്കിലും അവിടെ നിന്നായിരിക്കും ഞങ്ങൾ മതിൽ പണി ആരംഭിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മതിൽ പണി ആരംഭിക്കുന്ന സമയത്ത് ബ്രാഹ്മിൺസ് അവരെല്ലാവരും ഒരുമിച്ച് അവിടെ വരികയും അവർ
അവസാന കയ്യെ പലതും ചെയ്ത് പേടിപ്പിച്ചു നായന്മാർ പിന്മാറുന്നില്ല. അവസാന കയ്യെ പട്ടിണി സമരം പ്രഖ്യാപിക്കണം. പട്ടിണി എന്ന് പറഞ്ഞൊരു ഒരു ടൂൾ, പട്ടിണി ഒരു സമരമാർഗമായി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കേരളത്തിൽ ബ്രാഹ്മിൻസാണ്, മഹാത്മാഗാന്ധി അല്ല. അതിനെപ്പറ്റി പി ഭാസ്കരൻ ഉണ്ണിയുടെ പട്ടിണിയും അവരോധവും എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. അദ്ദേഹം അപ്പോൾ ബ്രാഹ്മിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ സദ്യക്ക് വേണ്ട എല്ലാ ഒരു ആർഭാടപൂർവമായ വിഭവസമൃദ്ധമായ ഒരു സദ്യക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് സദ്യ വിളമ്പിയതിന് ശേഷം പ്രധാനപ്പെട്ട ബ്രാഹ്മണൻ എന്ന് പറയും, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇതിന് അപ്പോൾ കൈ കഴുകി ഉണ്ണാനിരുന്നതിന് ശേഷമാണ് പറയുക, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് കഴിയുന്നവരെ നമ്മളാരും ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ഇവർ സ്വയം പീഡിപ്പിക്കുന്ന ഒരു സമരം ആരംഭിക്കുകയും അവസാനം തൃക്കാണ മതിലകത്തെ നായന്മാരെല്ലാവരും നശിച്ചു എന്നാണ് ചരിത്രം. അന്നിപ്പം മതിലകം അവിടെ ക്ഷേത്രം പോലും ഇല്ല, മതിലകം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അച്യുതമേനോനെ പോലെ വേറൊരു ആൾ വന്നിട്ട്, വേറൊരു മേനോൻ വന്നിട്ട് ഇരിഞ്ഞാലക്കുടയിലെ ഈ പറയുന്ന തരണനല്ലൂരാദികളെ വെല്ലുവിളിച്ചുകൊണ്ട്, തച്ചുടയ കൈമളെ വെല്ലുവിളിച്ചുകൊണ്ട്, ആർജിത ബ്രാഹ്മണനായ തച്ചുടയ കൈമളെ വെല്ലുവിളിച്ചുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ഓർഡിനൻസ് കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 6 മാസത്തിനുള്ള ഓർഡിനൻസ് നിയമമാണോ. 6 മാസത്തിനുള്ള ഓർഡിനൻസ് നിയമമാകാൻ 5 മാസം കഴിഞ്ഞപ്പോഴേക്ക് അച്യുതമേനോന്റെ മന്ത്രിസഭ വീണു. മനസ്സിലായോ? അതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തി. അങ്ങനെ ഇരിഞ്ഞാലക്കുട ഓർഡിനൻസ് നടപ്പാക്കുന്നതിന് അച്യുതമേനോന്റെ സർക്കാർ വീണു. അപ്പം മതിലകത്തെ കഥ അത് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ, ഐതിഹ്യമല്ല. ഇതാണ് നമ്മളോട് കളിച്ച് തരണനിലോട്ട് കളിച്ച് ഇതാണ് സംഭവിക്കുക എന്ന് പറയുമ്പോഴാണ് വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അച്യുതമേനോൻ സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തി. അതായത് ബ്രാഹ്മണ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് നല്ല അറിവ് അച്യുതമേനോൻ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവം 1970 ഒക്ടോബർ 4-ാം തീയതി അച്യുതമേനോൻ തിരിച്ചു വരുന്നു. 1971 നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നു. ഈ ബില്ലിൻ്റെ ഡിസ്കഷനിലൂടെ നമ്മൾ കടന്നു പോകണം. കാരണം ഇരിഞ്ഞാലക്കുടയിലെ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പവിത്രതയും പ്രാധാന്യവും വെളിപ്പെടുത്തുന്ന എത്ര വേണമെങ്കിലും ഫേസ്ബുക്ക് കുറിപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ ഇവർ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ നാട് പ്രവർത്തിച്ചിരുന്നതെന്ന് പറയുന്ന, അവിടുത്തെ അവർണരും ദളിതരും അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ വ്യക്തമാക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ഇന്നത്തെ ഈ പുരോഗമനകാരികളായ പ്രവർത്തകർ പോലും ഒരു കുറിപ്പെങ്കിലും എഴുതി നിങ്ങൾ ഫേസ്ബുക്ക് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഹിന്ദുത്വം വളരുന്നു നിങ്ങൾ ആലോചിച്ചാൽ ഇതാണ് കാരണം. അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ആരും പറയുന്നില്ല. ഇന്ന് നിങ്ങൾ ഇരിഞ്ഞാലക്കുട പോയാൽ, ഞാൻ അവിടെ ഇരിഞ്ഞാലക്കുടയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇരിഞ്ഞാലക്കുടയുടെ റോഡിൻ്റെ ഈ പറയുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുട്ടംകുളത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ മുമ്പിൽ ഒരു കവാടം പണിയുന്നത്. ഞാൻ മുമ്പ് പല സമയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കവാടം തുറന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിലുള്ളതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക കവാടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പൊന്തി വന്നപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഗോപുരം കൂടെ പണിതപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കവാടമാണ്. അതല്ലാതെ കുട്ടംകുളത്തിൽ അടികൊണ്ട് വീണ ഈ പറയുന്ന ഒരൊറ്റ സമരനായകൻ്റെ, എല്ലാവരും അടികൊണ്ട് വീണ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നിട്ടും ഒരൊറ്റ ആളുടെ പേരെഴുതി വയ്ക്കുന്ന ഒരു ഫലകം പോലും ഇരിഞ്ഞാലക്കുടയില്ല. അങ്ങനെ ഒരു സമരം നടന്നതിന് കഥയില്ല. ഇതൊരു ടെമ്പിൾ, ഒരു രാജ്യമായിരുന്നു, ഒരു ക്ഷേത്ര രാജ്യമായിരുന്നു. ഇവിടെ വളരെ ഫ്യൂഡൽ ഭരണമാണ് ഈ ഐക്യ കേരളത്തിന് ശേഷവും നിലനിന്നിരുന്നതെന്ന് തെളിയിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ അവിടെ മ്യൂസിയം തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മന്ത്രി. മ്യൂസിയം തുടങ്ങിയപ്പോൾ ഞാനൊരു ദിവസം മ്യൂസിയത്തിൽ പോയി നോക്കി. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആൾ വളരെ ആദരപൂർവ്വം എന്നോട് പറഞ്ഞു, ആ ഇരിക്കുന്നത് കണ്ടോ, അതാണ് ഇവിടുത്തെ വലിയ ആളായിരുന്ന തച്ചുടയ കൈമളുടെ പല്ലക്ക്. എന്ത് ഇരിഞ്ഞാലക്കുട കണ്ട ഏറ്റവും ജനവിരുദ്ധനായ ഒരു മനുഷ്യൻ്റെ പല്ലൊക്കെ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ തച്ചുടയ കൈമൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പവിത്രമായ സ്ഥാനമാണെന്ന് എന്ന് ഇന്ന് പോകുന്ന കുട്ടികൾ തെറ്റിദ്ധരിക്കാൻ ഇടപെടുള്ള രീതിയിലാണ് അവിടുത്തെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നു. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിന് ശേഷം അച്യുതമേനോന്റെ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ഈ ഇരുപക്ഷത്തെയും വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇരുപക്ഷത്തെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന കാലമാണ്. ഗോവിന്ദ നായരൊക്കെ EMSനെയൊക്കെ ആ സമയത്ത് പച്ചയ്ക്ക് ജാതി പറഞ്ഞ് എതിർക്കുന്നൊരു എത്രയോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷേ ഈ ബില്ല് നിയമസഭയിൽ വരുന്ന സമയത്ത് ഭരണപക്ഷത്തിലെയും പ്രതിപക്ഷത്തിലെയും ആളുകൾക്ക് ഒരേ സ്വരാണ്. ഒരാൾ പോലും ഈ ബില്ലിനെ എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, PN ചന്ദ്രസേനൻ എന്ന് പറയുന്നത്, അതായത് ഈ ബില്ല് കൊണ്ടുവരുന്നു NK ബാലകൃഷ്ണൻ, അദ്ദേഹം കാസർഗോഡ് നിന്നുള്ള ആളാണ്, സോഷ്യലിസ്റ്റ് നേതാവാണ്. അന്ന് അദ്ദേഹം അഗ്രികൾച്ചർ മിനിസ്റ്ററായിരുന്നു, ഹെൽത്തിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹമാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ കൂടൽമാണിക്യം ദേവസ്വം ബില്ല് അവതരിപ്പിക്കുന്ന അദ്ദേഹമാണ്. ആദ്യമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ NE ബാലറാമാണ്.
ബാലറാമാണ് ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് സർ ഐ സപ്പോർട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് ചർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ പി എൻ ചന്ദ്രസേനൻ എന്ന് പറയുന്ന മെമ്പർ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് പിന്തുണയ്ക്കാണ്. ഈ ആൾ തച്ചുടയ കൈമൾ ജന്മി എന്നുള്ള നിലയിലാണ് പെരുമാറുന്നത്, അല്ലാണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടല്ല. ഈ വസ്തുവിലെ കൊടിക്കടപ്പുകാർ ഇന്നത്തെ നിയമം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പല സമരങ്ങളും നടത്തിയിട്ടുള്ളത് നാം അംഗീകരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. കാരണം ഇവർക്ക് ഈ കാർഷിക ബന്ധമില്ലെന്നും ബാധകമല്ല. കാരണം ഇവർ വേറെ രാജ്യം പോലെയല്ല പ്രവർത്തിക്കുന്നത്. അതാണ് പ്രശ്നം. ക്ഷേത്രാരാധനയുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവസ്വം വക സ്വത്തുക്കൾ പാട്ടമായി വാരമായി കൈവശം വെച്ച് അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിനും ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയെ തച്ചുടൈ കൈമൾ ഇന്നത്തെ ട്രസ്റ്റിമാരും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ഇല്ലെന്നുള്ള ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ബിൽ ഓർഡിനൻസിന് പകരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഈ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് ഈ സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പുതിയതായി കൂടൽമാണിക്യം മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ ബില്ലിനെ തുടർച്ച അങ്ങനെ പറയുകയാണ്. അപ്പോൾ CS ഗംഗാധരൻ, അന്നാണ് CS ഗംഗാധരൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ്. അദ്ദേഹമാണ് അന്നത്തെ ഇരിഞ്ഞാലക്കുടയിലെ MLA. അദ്ദേഹം പറയുന്നത് ഈ ബില്ലുടെ വന്നതിൽ അത്ര സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 9 ഓർഡിനൻസ് പ്രഖ്യാപിക്കേണ്ടതിന് ശേഷം തച്ചുടയ കൈമളുടെ കയ്യിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് പുള്ളി കാണുന്നത്. അവിടെ ഒരു കാരണമുണ്ട്. 1917 പ്രൊക്ലമേഷൻ അനുസരിച്ച് ഏതാണ്ട് 53 വർഷമായി തച്ചുടയ കൈമളുടെ ഭരണം ഈ ക്ഷേത്രത്തിന് മുകളിൽ വന്നുയർന്നിട്ട് 17 ബ്രിട്ടീഷുകാരും കൊച്ചി രാജാവും തമ്മിൽ ഇവരുടെ അധികാരം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പരിപൂർണമായ ഒരു എൻക്ലേവിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. ശേഷം ഇക്കാലം അത്രയും അദ്ദേഹം തന്നെ അവിടെ വാണരുളുകയാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നത് വാണരുളുകയാണ്. അതിനു മുകളിൽ ചില പ്രത്യേക അധികാരത്തോടുകൂടി എന്തെങ്കിലും പറയാനോ ഈ ഭരണത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അധികാരമുള്ള ആൾ അവിടുത്തെ അന്നത്തെ ഹിന്ദുമത കമ്മീഷണറാണ്. അദ്ദേഹത്തിന് സർക്കാർ നിയോഗിച്ചിരുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന റിപ്പോർട്ട് എന്തായെന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും അതിൽ അഴിമതികളൊക്കെയാണ് അവിടുത്തെ MLA തന്നെ വിശദീകരിക്കുന്നത്. ഈ ഗോപാലകൃഷ്ണ മേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം വളരെ വിപുലമായ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മത്തായി മാഞ്ഞൂരാൻ അദ്ദേഹവും വളരെ ആവേശത്തോടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, കൂടൽമാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെ ഭിന്നമായ ചരിത്രങ്ങൾ അവതരിപ്പിക്കുള്ളൂ. ചിലർ പറയുന്നത് ബുദ്ധക്ഷേത്രമാണ്, ചിലർ ജൈന ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഞാൻ ജനിച്ച സ്ഥലമായതുകൊണ്ട് ഇരിഞ്ഞാലക്കുട പ്രസിദ്ധി ആർജിച്ചു കൊടുത്തിട്ടുള്ള ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ ഭീമാകാരനായ രൂപം കൊണ്ട തച്ചുടയ കൈമളെ പറ്റിയുള്ള ചരിത്ര പശ്ചാത്തലം കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ ഇരിഞ്ഞാലക്കുടയിൽ പണ്ട് പിന്നെ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പോവാണ്. അപ്പോൾ കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരാൾ അപ്പോഴും അവിടെ ആളുകളുണ്ടല്ലോ, ആൾ ചോദിക്കുന്നുണ്ട് ഈ ക്രിസ്ത്യാനിയെ മത്തായി മാഞ്ഞൂരാൻ ഇവിടെ എന്താ കാര്യം, ചോദ്യം അന്നേ ഉണ്ട്. അപ്പോൾ അന്നത്തെ സ്പീക്കർ മറുപടി പറയുന്നുണ്ട്, സഭയിലുള്ള ബില്ലാണ്, സഭയുടെ പരിഗണനയിലേക്ക് ഇരിക്കുന്ന ഒരു ബില്ലിനെ പറ്റി സഭയിൽ ഏതംഗത്തിനും സംസാരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കമാണ്. അപ്പോൾ ഈ ബില്ലിനെ പറ്റി അന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്, അത് നിങ്ങൾ കേൾക്കണം. വിമർശനമുണ്ട്. അച്യുതമേനോൻ കൊണ്ടുവരുന്ന ഈ ബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്, തച്ചുടയ കൈമളാണ് അവിടുത്തെ പ്രശ്നക്കാരൻ, ഈ ട്രസ്റ്റിമാരുമാണ്. പക്ഷേ ഈ ബില്ലിൽ തച്ചുടയ കൈമളെ തന്നെ അധ്യക്ഷനാക്കാനാണ് തീരുമാനിക്കുന്നത് ബോർഡിൻ്റെ. ഇത്രയും പ്രശ്നക്കാരനായി നിങ്ങളെല്ലാവരും പറയുന്നത്, നമ്മളെല്ലാവരും പറയുന്ന ആളെ തന്നെ എന്തുകൊണ്ട് പിന്നെയും അവിടെ ചെയർമാനാക്കി വെക്കുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിന് ബില്ല് അവതരിപ്പിച്ച മന്ത്രി വളരെ വിശദമായി മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഇത് ഈ ഒരു കാര്യത്തിന് കാരണം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് മധുര ടെമ്പിൾ പോലെയുള്ള അതിൻ്റെ ആക്ടിനൊക്കെ പിന്തുടർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളൊരു മറ്റൊരു ഹൈക്കോടതിയിൽ നിന്ന്, അതായത് പക്ഷേ ഈ ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പോയത്. അങ്ങനെ സ്റ്റേ വരാതിരിക്കാൻ വേണ്ടി ആന്ധ്ര ആക്ടിൻ്റെയും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മധുരയല്ല ആക്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ നിയമനിർമ്മാണം കൊണ്ടുവന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു മാതൃകയിൽ കൊണ്ടുവരികയാണ്. കാരണം അച്യുതമേനോൻ ഈ കോടതികൾ എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, കോടതികൾ എങ്ങനെയാണ് പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളെ ബ്രാഹ്മണർക്ക് അനുകൂലമായി അട്ടിമറിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ധാരണയുള്ളൊരു ഭരണാധികാരിയായിരുന്നു അച്യുതമേനോൻ. അദ്ദേഹം ഭരണത്തിൽ നിന്ന് കൊഴിഞ്ഞതിന് ശേഷം, ഇത് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് 1979 യുക്തി വിചാരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ശേഷം എഴുതിയതാണ്. ശബരിമലയിലെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ്. ശബരിമല ടെമ്പിൾ എല്ലാ ദിവസവും തുറക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു നിർദ്ദേശം ദേവസ്വം ബോർഡ് വെക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നതാണ്. പക്ഷേ കോടതി സമ്മതിക്കാനിടയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഈയിടെയുണ്ടായ ചില ഹൈക്കോടതി വിധികൾ പഴയ അനാചാരങ്ങളെ മുഴുവൻ എല്ലാ കാലത്തേക്കുമായി നിലനിർത്തുവാൻ ഉപകരിക്കുന്നവയാണ്. ഈയിടെയുണ്ടായ ചില കോടതി വിധികൾ പഴയ അനാചാരങ്ങളെ മുഴുവൻ എല്ലാ കാലത്തേക്കുമായി നിലനിർത്തുവാൻ
നിർത്തുവാൻ ഉപകരിക്കുന്നവയാണ്. ഇതിനൊന്നും മാറ്റമൊന്നുമില്ല. ശബരിമല ക്ഷേത്രത്തിൽ ഈഴവനായിട്ടുള്ള ആളുകൾ എല്ലാവിധ യോഗ്യതയുമുള്ളവർ അപേക്ഷ കൊടുത്ത് അവരുടെ അപേക്ഷ നിയമവിരുദ്ധമായി തള്ളിയതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നടന്ന കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത് മലയാള ബ്രാഹ്മണർക്കാണ് അവിടെ പൂജിക്കാനുള്ള അധികാരം എന്നാണ്. ഈ ഇരിഞ്ഞാലക്കുടയിലെ ബ്രാഹ്മണർക്ക് ഇപ്പം കിട്ടിയ ധൈര്യത്തിൻ്റെ പിന്നിൽ ഒരു കോടതി വിധി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സർക്കാരിൻ്റെ പണം മുടക്കി 2 കോടി രൂപയിലധികം മുടക്കി ഒരു കൂത്തമ്പലം അവിടെ പണിതിട്ടുണ്ട്, നവീകരിച്ചിട്ടുണ്ട്. ഈ കൂത്തമ്പലത്തിൽ കയറാൻ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ, വേറൊരു മനുഷ്യനെ കയറ്റില്ല. എന്താ കൂത്ത് പഠിച്ച് വേറെ ആളുകളില്ലാഞ്ഞിട്ടാണോ? കയറ്റില്ല. അശോകൻ ചെരുവിനെ പോലുള്ള ആളുകളൊക്കെ അതിന് വേണ്ടി ഒരുപാട് സംസാരിച്ചു, ഒരു രക്ഷയില്ല. ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് കേവലം ബ്രാഹ്മണർ മാത്രമല്ല, അവിടുത്തെ ഈ സവർണ ആളുകളുടെ പല സമുദായങ്ങളും ഇത്തരത്തിലാണ്. ചോദിച്ചാൽ പറയും, ഞങ്ങൾ ജാതിക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവകാശത്തെ പറ്റി പറയുന്നത്. അതായത് കാരാൺമ എന്ന് പറയുന്നത് ഒരു ജാതിക്കല്ല, ഞങ്ങളുടെ ഫാമിലി റൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, സന്തോഷേ, ഉഷ നങ്ങ്യാർ അവരാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നു. അവരുടെ വിവാഹത്തിന് മുമ്പ് വരെ. വിവാഹശേഷം അവർ വിളിച്ചിട്ടില്ല. കാരണം എന്താ? വിവാഹം കഴിച്ച ആൾ സമുദായത്തിൽപ്പെട്ട ആളല്ല. ഈ ഫാമിലി റൈറ്റാണ് കാരണമെന്ന് ഇവർ പറയുകയാണെങ്കിൽ, ഈ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ആ സമുദായത്തിൽ നിന്ന് പുറത്ത് ഒരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ അവരുടെ മക്കൾ ഈ ഫാമിലിയിലെ മെമ്പറാണല്ലോ, അവരൊരു കൂത്തമ്പലത്തിൽ കയറ്റുമോ? കയറ്റിയ ചരിത്രമുണ്ടോ? അപ്പോൾ ഫാമിലി എന്നുള്ളതിൻ്റെ മറവിൽ കൃത്യമായ ജാതിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ നോക്കിയാൽ മനസ്സിലാവും, പക്ഷെ കോടതിക്ക് മനസ്സിലാവില്ല, സർക്കാരിന് മനസ്സിലാവില്ല, നാട്ടിൽ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നവർ എങ്കിലും ഇവർ വാദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവസാനം എടുക്കാൻ വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇവിടെ ഈ സംഭവം പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ തച്ചുടായി കൈമള അധ്യക്ഷനായിക്കൊണ്ട് ആദ്യമായി ഒരു ബോർഡ് രൂപീകരിക്കുന്നു. പക്ഷെ സർക്കാർ അവിടെ എടുക്കുന്ന ഒരു സർക്കാർ ഇത്തരത്തിൽ കോടതിയെ നോക്കണം, സർക്കാരിന് മറ്റാളുകൾ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം സർക്കാരിന് മുന്നോട്ട് പോകാൻ. ആവേശം കയറി നമ്മുടെ MA ബേസകവൻ്റെ കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് ആ നിയമപരമായ ധാരണയുള്ള ആളുകളൊക്കെ, അന്ന് ഞാനൊക്കെ വിദ്യാർത്ഥിയാണ്, പറഞ്ഞിരുന്നു ഇത് കോടതി പോയി നിൽക്കില്ല, കാരണം അവിടെ അവധാനതയോടുള്ള സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് കോടതി പോയി അത് പൊളിഞ്ഞു വീണു. അങ്ങനെയാണ് സംഭവിച്ചത്. അവിടെയാണ് അച്യുതമേനോനെ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഭരണാധികാരികളുടെ ഒരു പ്രസക്തി ഉള്ളത്. ഇവർ എടുക്കുന്നത് 2 അടി മുന്നോട്ട് വയ്ക്കും, 1 അടി പിന്നോട്ട് വയ്ക്കും, പതുക്കെയാണ്. അപ്പോൾ ഈ ബില്ലിൻ്റെ 71 ബില്ലിൻ്റെ ഡിസ്കഷനിൽ തന്നെ അവസാനം കൺക്ലൂഷൻ സെഷനിൽ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ സർക്കാർ തന്നെ അവസാനമാകുമ്പോഴേക്കും ഭേദഗതി കൊണ്ടുവരാനുള്ള ചാൻസ് ആണുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു പക്ഷേ സർക്കാരിൻ്റെ ഇംഗിതം എന്താണെന്ന് മുമ്പേ മനസ്സിലാക്കുന്ന ഒരാളുടെ പ്രവർത്തനമാണ്. ഇനി നമുക്ക് അച്യുതമേനോൻ ഗവൺമെൻറ്റിലാണ് ആദ്യമായി ഒരു ദളിതൻ ദേവസ്വം മന്ത്രിയാവുന്നത്. സഖാവ് കെ രാധാകൃഷ്ണനല്ല, അതിനു മുമ്പ് വി ഈശ്വരൻ, വെള്ള ഈശ്വരൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അന്ന് തൃത്താലയിലെ മെമ്പറായിരുന്നു. അദ്ദേഹം 71 മുതൽ, അതായത് 71 മന്ത്രിസഭ വന്ന് മന്ത്രിസഭ കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഈ 71 പകുതിയാകുമ്പോഴാണ് ഈശ്വരൻ ദേവസ്വം മന്ത്രിയാവുന്നത്. ലാസ്റ്റ് വരെ അദ്ദേഹമായിരുന്നു ദേവസ്വം മന്ത്രി. ഏകദേശം 5-5.5 വർഷത്തോളം കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രിയായി വെള്ള ഈശ്വരനാണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹമാണ് 76-ൽ കൂടൽമാണിക്യം ദേവസ്വം ആക്ടിന് ഭേദഗതി കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കൈമളെ ആദ്യം ചെയർമാനാക്കി വെച്ചിരുന്ന കൈമളെ പതുക്കെ കമ്മിറ്റി മെമ്പറാക്കി ഒന്ന് താത്തി കൊടുത്തു. മാത്രമല്ല, ഒന്നാമത്തെ ദേവസ്വം ബോർഡിൽ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡിൽ പോയിട്ടും ദളിതരായിട്ടുള്ള ആളുകളെ ബോധപൂർവ്വം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ദളിതരെ ഉൾപ്പെടുത്തിയെന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം ഇവർക്ക് ഈ പറയുന്ന കോടതി പേടിയാണ്. പക്ഷേ 2005-ൽ നമ്മൾ വീണ്ടും കൂടൽമാണിക്യം ദേവസ്വം ആക്ട് ഭേദഗതി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് SC/ST റിസർവേഷൻ അതിൽ വരുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് തന്ത്രി കയറി വന്നൊന്ന് ആലോചിക്കണം. അന്ന് ഭരിച്ചു വരുന്നവരെ നമ്മൾക്കൊന്നും പറയുന്നില്ല. ആ തന്ത്രിയാണ് ഇപ്പോൾ അവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിനു മുമ്പ് അവരില്ല. അപ്പോൾ ഇങ്ങനെ ആണ് നിയമപരമായി കൂടൽമാണിക്യം ടെമ്പിളിനെ ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായത്. ഈ പ്രക്രിയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്താ സംഭവിച്ചേ? ഈ മനസ്സിലാക്കേണ്ടത് ഇതേ സമയത്ത് തന്നെയാണ് ഗുരുവായൂർ ടെമ്പിൾ ദേവസ്വം ആക്റ്റും നിയമസഭയിൽ ഒരേ സഭ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കപ്പെടുന്ന ആക്റ്റുകളാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കേരള സർക്കാരിന് ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ സാധിച്ചില്ല. സർക്കാർ അതിൽ ഇടപെടാൻ ശ്രമിച്ചു,
പക്ഷേ അപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയി അത് എങ്കിലും രാജകുടുംബം ആഗ്രഹിച്ച പോലും നടന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അവസാനം വിധിച്ച ജഡ്ജി ഇവിടെ തൊഴാൻ വന്നപ്പോൾ പറഞ്ഞെന്താ, അവരുടെ പറഞ്ഞ സംഭവം നമുക്ക് യൂട്യൂബിൽ കിട്ടും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ആഗ്രഹം പൊളിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനും മറ്റേ ജഡ്ജിയും കൂടി അതൊക്കെ തകർത്തെന്ന പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ജഡ്ജിമാരുടെ കഥ. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിവാദം കത്തി നിൽക്കുന്നു. ഈ വിവാദത്തിലേക്ക് വരും മുമ്പ് ഒരു നിമിഷം ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ പുറത്ത് വന്നതും വരാത്തതുമായ രേഖകളുണ്ട്. അപ്പോൾ കൂടൽമാണിക്യം തന്ത്രി കുടുംബത്തിൽ 6 പേരാണുള്ളത്. തന്ത്രി കുടുംബത്തിൽ 6 പേരുണ്ട്. ഈ 6 പേര് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ 2 ഫാമിലിക്കായിരുന്നു അന്തരാധികാരം. 2 ഫാമിലി ആയിരുന്നു. അതിൽ ഒരു ഫാമിലി 4ആയി പിരിഞ്ഞു. അങ്ങനെ 4 ഫാമിലി പ്ലസ് പഴയ ഒരു ഫാമിലി 5. ഇത് കൂടാതെ ഒരു ഫാമിലിയെ പിന്നീട് ഭരണസമിതി ആഡ് ചെയ്തതാണ്. ഭരണസമിതി എന്ന് പറഞ്ഞാൽ കൈമുളക്കോട് ആഡ് ചെയ്തതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ട്രൂ കോപ്പിയിൽ എഴുതിയിട്ടുണ്ട്. ഈ വീട്ടുപേരുകൾ പഠിച്ചു വയ്ക്കാൻ ഓർമ്മ വെച്ചിട്ടില്ല എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിലി 6 ഫാമിലി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 1-ന് 4 എണ്ണം ഭരണസമിതിക്ക് അധികാരമുണ്ടെങ്കിൽ, ഒരു തരണനിലൊരു 4 ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ 4 നിന്നും പ്രതിനിധി എടുക്കാൻ ഭരണസമിതിക്ക് അധികാരമുണ്ടെങ്കിൽ, 6ാമത്തെ ഒരു ഫാമിലിയെ തന്ത്രി കുടുംബമായിട്ട് അവിടെ വയ്ക്കാൻ അധികാരമുണ്ടെങ്കിൽ, അങ്ങനെ അധികാരമുണ്ടെങ്കിൽ ഈ തന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കാനും വേണമെങ്കിൽ ഒരാളെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. എനിക്ക് നിയമിക്കാൻ മാത്രമേ അധികാരമുള്ളൂ, പിരിച്ചുവിടാൻ അധികാരമില്ലെന്ന് പറയാൻ പറ്റില്ല. അതായത് ഭരണസമിതിയിൽ നിക്ഷിപ്തമാണ് അധികാരം. നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് 6/3/2025 തന്ത്രിമാരൊരു കത്ത് കൊടുക്കുകയാണ്. ഈ പറയുന്ന ബാലു എന്ന് പറയുന്ന ആൾ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് ഓട് പൊളിച്ചു വന്നതല്ല. കേരള സർക്കാർ നിയമസഭ പാസാക്കിയ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് പ്രകാരം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടായി. ആ ബോർഡ് വഴിയാണ് കേരളത്തിലെ എല്ലാ ദേവസ്വത്തിലെയും ഹെറിഡിറ്ററി പോസ്റ്റുകൾ ഒഴികെയുള്ള പോസ്റ്റുകളിലേക്ക് നിയമനം നടക്കുന്നത്. അവിടെയും കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂൾ, എയ്ഡഡ് കോളേജുകളുടെ പോസ്റ്റുകളും മാറ്റിവെച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയല്ല, ബാക്കിയെല്ലാം ഇതുവഴിയാണ് നടക്കുന്നത്. ആ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വം ഒരു കത്ത് കൊടുക്കുകയാണ്. ഞങ്ങൾക്കൊരു കാരണം വേണം, വേറെയും പോസ്റ്റുകൾ വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു. ആ കത്തിൻ്റെ ഫലമായിട്ട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ 2023 പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നു, പരീക്ഷ നടക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഒരാളെ ഒരു വലിയ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചുള്ളത്, ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അതിലൊരാളെ ടേൺ അനുസരിച്ച് അവിടെ നിയമിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിയമന ഉത്തരവ് PSC പോലത്തെ ഒരു സംവിധാനമാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ആ ബോർഡ് നൽകുന്ന നിയമന ശുപാർശയുമായാണ് ഈ ബാലു അവിടെ ചെല്ലുന്നതും ജോലിക്ക് ഹാജരാകുന്നതും. അങ്ങനെ ചെല്ലുന്ന ബാലു അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് 6 തന്ത്രിമാരുടെ പേരെഴുതുകയും 5 ആൾ ഒപ്പിടുകയും ചെയ്തിട്ടുള്ള ഒരു കത്താണ് 6-ാം തീയതി മാർച്ച് മാസം 6-ാം തീയതി ഇവർ കൊടുക്കുന്നത്. ഇവർ അവകാശപ്പെടുന്ന കാര്യം കൂടൽമാണിക്യം ക്ഷേത്രം അവിടുത്തെ മതപരമായ ആത്മീയമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്, അതായത് തന്ത്രിമാരുടെ അനുവാദം കൂടാതെയാണ് മതപരവും ആത്മീയവുമായ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആചാരാനുഷ്ഠാനമായിട്ടുള്ളതുമായി ബന്ധപ്പെട്ട കഴകം പ്രവർത്തിക്ക് ഒരാളെ നിയമിച്ച നടപടിയിൽ ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ടെന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മതപരമായ ഏതെങ്കിലും ചടങ്ങിൽ തന്ത്രിമാരുടെ അധികാരത്തിൽ ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ടില്ല. അവിടെ എന്തിനിടപെട്ടെ? ദേവസ്വം ബോർഡ് അവിടെ ഒരാളെ നിയമിച്ചു. അത് ബോർഡല്ല നിയമിക്കുന്നത്. പഴയ പോലെ ഏതെങ്കിലും ദേവസ്വം ബോർഡുകൾ നിയമിക്കല്ല ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ഒഴിവ് വന്നാൽ, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വകുപ്പ് ഒഴിവ് വന്നാൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ദേവസ്വം ബോർഡിൽ പോസ്റ്റ് ഒഴിവ് വന്നാൽ ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് റിപ്പോർട്ട് ചെയ്യും. ആരാ റിപ്പോർട്ട് ചെയ്തേ? ഇരിഞ്ഞാലക്കുട ദേവസ്വം ബോർഡ്. ആ ബോർഡിലെ മെമ്പറാണ് ഈ തന്ത്രി ഉൾപ്പെടെയുള്ള ബോർഡാണ് ഇവിടെ കഴകക്കാരനെ വേണമെന്ന് പറഞ്ഞ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ അറിയിച്ചത്. അതിൻ്റെ പേരിലാണ് അവർ നോട്ടിഫിക്കേഷൻ നടത്തിയത്, അതിൻ്റെ പേരിലാണ് അവർ പരീക്ഷ നടത്തിയത്, അതിൻ്റെ പേരിലാണ് അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത്, അതിൻ്റെ പേരിലാണ് അവർ നിയമനോത്തരവ് കൊടുത്തത്. ആ ഉത്തരവുമായി വന്നവൻ ഈഴവനായി പോയപ്പോൾ തന്ത്രി പറയുകയാണ് ഇവനെ കയറ്റാൻ പറ്റില്ല. തന്ത്രി ആ നിമിഷം രാജിവെച്ച് ഇറങ്ങി പോകണം. കാരണം തന്ത്രിയുടെ ശുപാർശയാണത്. തന്ത്രി ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡാണ് ശുപാർശ ചെയ്തത്, ഞങ്ങൾക്കൊരാളെ വേണമെന്ന്. കൊടുത്തപ്പോൾ പറയണം പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിയമനം എന്ന് പറയുന്നത് മതപരമായ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അവിടുത്തെ മുക്കുടി പോലുള്ള പ്രത്യേക എന്താ പറയുക നിവേദ്യങ്ങൾ, വഴിപാടുകൾ, അവിടത്തേതായ സ്പെഷ്യലായ വളരെ യൂണിക്കായിട്ട് അവിടെ മാത്രം നടക്കുന്ന കുറേ ആചാരങ്ങളുണ്ട്. അതൊക്കെ തന്ത്രിയുടെ അധികാരത്തിൽപ്പെട്ടാൽ നമ്മൾ സമ്മതിക്കാം. തന്ത്രി അവിടെ എന്ത് വേണേലും ആയിക്കോട്ടെ. അവിടുത്തെ പള്ളിവേട്ട തന്നെ വളരെ രസകരമായ ഒരു ചടങ്ങാണ്. അതൊക്കെ
തന്ത്രിയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവിടുത്തെ കഞ്ഞി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതൊക്കെ തന്ത്രി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് അവിടെ ഏത് മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കണം എന്നൊക്കെ തന്ത്രിക്ക് പറയാം. അതിലൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ മാല കെട്ടാൻ ഒരാളെ വേണം തന്ത്രിക്ക് പറയാം. ഇന്ന പൂകൊണ്ട് മാല കെട്ടണം എന്ന് പറയുന്നത് തന്ത്രി പറഞ്ഞോ, ഇന്ന ആളെ തരണം തന്ത്രിക്ക് പറയാൻ പറ്റില്ല. ആ നിയമനം വേറെ പരിപാടിയാണ്. അത് മതാചാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതിന് മതാചാരമായിട്ടൊരു വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആര്? ഇദ്ദേഹം കൊണ്ടുവരുന്ന കമ്മിറ്റി തീരുമാനിച്ച കാര്യത്തിനെതിരെയാണ് ഈ സാധനം കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, കഴകം പ്രവർത്തിക്ക് കാരായ്മക്കാരായിട്ടുള്ള പാരമ്പര്യ കുടുംബത്തിന് യോഗ്യതയുള്ള ഒരാളെ നിയമിക്കണം. പാരമ്പര്യ കുടുംബത്തിൽ ഒരാളെ അവിടെ പിരിച്ചുവിട്ടിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അവർക്ക് 2 മാസം അവകാശം നൽകിക്കൊണ്ട് തന്നെയാണ് 10 മാസത്തേക്ക് പുതിയ ആളെ നിയമിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ നിയമിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, ഇയാളെ ഒഴിവാക്കണം എന്ന് പറയണോ? അതില്ല. ഇനി അവർ പറയുന്ന കാര്യം, ഈ ക്ഷേത്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രതിഷ്ഠാ ദിവസം ഉൾപ്പെടെയുള്ള താന്ത്രിക ചടങ്ങുകൾ നിർവഹിക്കുന്നത് നിരർത്ഥകമായതുകൊണ്ട്. അതായത് ഈഴവൻ കയറി മാല കെട്ടിയതുകൊണ്ട് കൂടൽമാണിക്യത്തിൽ ആചാരലംഘനം നടന്നിരിക്കുന്നു. ഇനി അവിടെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നതിൽ, ആചരിക്കുന്നതിൽ, ക്രിയിച്ചതിൽ ഒരർത്ഥമില്ല എന്ന് തന്ത്രി പറയാണ്. ഈ വാദം നമ്മൾ മുമ്പ് എവിടെ കണ്ടേ? ഇവരുടെ ഉപദേശപ്രകാരം മറ്റേ പൊന്നശ്ശേരി നീലകണ്ഠ ശർമ്മ എഴുതിണ്ടാക്കിയ റിപ്പോർട്ട് തന്നെയല്ലേ പറഞ്ഞേ, അവർണർ കയറിയാലായ ക്ഷേത്രത്തിൽ പിന്നെ നമ്മൾ പൂജ ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർണർ മാല കെട്ടിയാൽ പിന്നെ അവിടെ ഇനി പൂജ ചെയ്യുന്നത് നിരർത്ഥകമായതുകൊണ്ടെന്നാണ് അവർ പറയുന്നത്. നിരർത്ഥകമായതുകൊണ്ട് ഇനി എന്താണ്? ഇനി അത് നടത്തുക അസാധ്യമാണ്, ഞങ്ങൾ ഈ പണിക്കില്ല എന്ന് പറഞ്ഞവർ അറിയിപ്പിച്ചുകൊണ്ട് 5 പേരെ ഒപ്പിട്ടുള്ളൂ. അങ്ങനെ ഒരു രേഖ കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നു. ഞാൻ ആ രേഖ കണ്ടിട്ടില്ല. പക്ഷെ രേഖയിലെ മാറ്റർ എന്താണെന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നു. കാരണം ഇത് ഒരു രഹസ്യ രേഖയൊന്നുമല്ല. ഇത് 10 രൂപ വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു രേഖ മാത്രമാണ്. ഇനി ഇതേ തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന അദ്ദേഹം എഴുതി ഒപ്പിട്ട ഒരു പത്രപ്രസ്താവന ഇന്നലെ കിട്ടിയിട്ടുണ്ട്. NP ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ ഉള്ളൊരു ലെറ്റർ ഹെഡാണ്. ഇത് വിശ്വാസയോഗ്യമാണ്. ഇത് അദ്ദേഹം നിഷേധിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ ഒരു ബ്രാഹ്മൺ സുഹൃത്ത് അയച്ചതെന്നാണ്. അപ്പോൾ കൃത്യമായൊരു സോഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റായിരിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ക്ഷേത്രവിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നീചമായ പ്രചരണം അവസാനിപ്പിക്കുന്നതാണ് നമ്പൂതിരിപ്പാട് ഇപ്പോൾ പറയുന്നത്. നമ്പൂതിരിപ്പാട് നേരത്തെ എന്താ പറഞ്ഞത് നമ്മൾ കണ്ടു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിൽ ജാതി വിവേചനം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില തൽപര കക്ഷികൾ നീചമായ പ്രചരണം നടത്തുന്നു. ജാതി വിവേചനം കാണിച്ചതാരാ? തന്ത്രിക്ക് പറയുന്നത് എന്താണ്? കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങളെയും സർക്കാരിൻ്റെയും ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് നടത്തിയ നടപടിയാണെന്ന്. ലംഘിച്ചുകൊണ്ട് നടത്തിയതാണെങ്കിൽ കോടതി പോയാൽ പോരെ? കോടതി പോയിട്ട് അവർക്ക് സ്റ്റേ പോലും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൽ നിയമാനുസൃതം നിലനിൽക്കുന്ന കാരാണ്മ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് 5 വർഷമായി കഴകപ്രവൃത്തി ചെയ്യുന്ന ആളെ നോട്ടീസ് കാലാവധി പോലും നൽകാതെ പിരിച്ചുവിട്ടുകൊണ്ടാണ് ദേവസ്വം ഭരണസമിതിയുടെ കുൽസിത നീക്കത്തെയാണ് ക്ഷേത്ര മന്ത്രിമാരും ഭക്തജനങ്ങൾ എതിർക്കുന്നത്. ഈ ക്ഷേത്രം ഭരണസമിതി എന്ന് പറയുന്നത് ഈ താഴെ പേരെഴുതി ഒപ്പിട്ട ആളുകൂടെ ഉൾപ്പെടുന്നതാണ്. അതാണ് അടുത്ത പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബാലുവിനെ എതിർക്കുന്നത്? ആ പിരിച്ചുവിട്ട ആളെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ പോലെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലാതെ ബാലുവിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ബാലുവിനെ എതിർത്താരാ? അയാളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ ആരാ? ഇവരാണ്. പക്ഷേ ഇവരാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതിൻ്റെ പകരം അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പത്രക്കുറിപ്പാണ്. ഈ പത്രക്കുറിപ്പിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാളെ തിരിച്ചെടുത്ത് പ്രശ്നം തീരുമോ? അങ്ങനെ എങ്കിൽ ബാലു മാല കെട്ടുന്നതിൽ പ്രശ്നമില്ലാന്ന് ഒരു വരിയിൽ എന്താ എഴുതാൻ പ്രശ്നം? അങ്ങനെ ബാലു മാല കെട്ടുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് എഴുതിക്കൊണ്ട് ഹിന്ദു ഐക്യം ഈ നമ്പൂതിരിക്ക് സ്ഥാപിച്ചൂടെ? അത് പറ്റില്ല. ഇപ്പോൾ പ്രശ്നക്കാർ മുഴുവൻ നമ്മളാണ് വാദിയെ പ്രതിയാക്കുന്ന പരിപാടിയാണ്. അപ്പോഴാണ് യോഗക്ഷേമ സഭയുടെ ഒരു നോട്ടീസ്, ഇത് ആ സഭയിൽ മെമ്പറായിട്ടുള്ള ഒരാൾ എനിക്ക് അയച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റല്ല എന്ന് ഞാൻ കരുതുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിയുടെ നിലപാട് വിവാദമാക്കിയത് അജ്ഞത മൂലം എന്നാണ് ഇവർ പറയുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട അയാളെ കഴകത്തിന് നിയോഗിച്ചതല്ല, മറിച്ച് കാരാണ്മ അവകാശമുള്ളവരെ നിയമവിരുദ്ധമായി നീക്കിയതാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രശ്നമെന്ന് യോഗക്ഷേമ സഭ വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ ഈ യോഗക്ഷേമ സഭയും ഈ തന്ത്രിയും കൂടെ ഇത് എഴുതിയിട്ടുള്ളത് കൊടുക്കുന്ന കൃഷ്ണൻ പോറ്റി, ഇത് നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദ നമ്പൂതിരിപ്പാട്, ഈ 2 പേരും കൂടെ ഒരു കാർ വിളിച്ച് ഈ തിരുവനന്തപുരത്ത് ആര്യനാടുള്ള ബാലുവിൻ്റെ വീട്ടിൽ പോയി, ബാലു നീ മാല കെട്ടിയതല്ല പ്രശ്നം, മറ്റൊരെ പിരിച്ചുവിട്ടതാണ് പ്രശ്നം, അതുകൊണ്ട് ബാലു ഈ കാറിൽ കയറും, നാളെ ഒന്ന് മാല കെട്ടുമെന്ന് പറയാൻ തയ്യാറാണോ? കാറിൻ്റെ വളയെ ഞാൻ കൊടുക്കാം.
നമുക്ക് ഒരുപാട് തയ്യാറാണോ? പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് അത് വച്ചില്ല. അപ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ വീണിടത്ത് കിടന്ന് ഉരുളുന്ന രീതിയിലുള്ള 2 പ്രസ്താവനകളാണിത്. ഇത് ഇവർക്ക് ഇങ്ങനെ പ്രശ്നം, ഇത് വേണമെങ്കിൽ സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ കുറച്ച് ഈഴോ സംഖ്യകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു കാര്യം നടക്കാൻ പോകുന്നില്ല. കാരണം ഇവർ മുമ്പ് എഴുതി കൊടുത്ത എന്താണെന്ന് രേഖ അവിടെയുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണെങ്കിൽ ബാലുവിനെ എന്തിന് പുറത്താക്കണം? ബാലുവിനെ എന്തിന് മാറ്റണം? അവിടെ ഇവർ പറഞ്ഞ ആളുടെ തൊഴിൽ പ്രശ്നമാണെങ്കിൽ ആ തൊഴിൽ നിഷേധിക്കപ്പെട്ട ആൾ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു കേസിനെ പോയി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തിനാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നിരവധി ഹൈന്ദവ സമുദായങ്ങൾ ഒത്തുചേർന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. ജാതീയമായ ഒരു വേർതിരിവും ഇവിടെ ഇല്ല എന്നാണ് ഈ നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെ എന്ന് പറയുന്ന ഈ പ്രസ്താവന പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇവിടെ ഒരു വിവേചനം ഇല്ല എന്നാണല്ലോ തന്ത്രി പറയുന്നത്. അത് ഇന്നത്തെ കേരള കൗമുദിയിലെ ടി.കെ. സുനിൽകുമാർ, അദ്ദേഹം ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും വളരെയധികം ഇടപെട്ട് ഇത്തരം വിഷയങ്ങൾ നിലപാടെടുക്കുന്ന ഒരാളാണ്. ടി.കെ. സുനിൽകുമാറിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യൻ ക്ഷേത്രത്തിൽ തൂപ്പുജോലിയിൽ പോലും അബ്രാഹ്മണർക്ക് വിലക്ക്. 8 സ്ഥിരം ജീവനക്കാരിൽ 7 അമ്പലവാസി വിഭാഗക്കാരാണ്. 8ാമനായ ഈഴവ സമുദായത്തിൽപ്പെട്ട സ്വീപ്പർക്ക് ശ്രീകോവിലിൻ്റെ മുൻവശവും സോപാനവും വൃത്തിയാക്കാൻ അനുമതിയില്ല. അപ്പോൾ അമ്പലവാസികളായിട്ടുള്ള ആളുകളാണ്. അതായത് ഇവിടെ ഒരു തെറ്റിട്ട് അബ്രാഹ്മണർക്കല്ല, അവർണർക്ക് വിലക്ക്. അവർണർക്കാണ് വിലക്ക്. അവർണർക്ക് വിലക്കുണ്ട്. സവർണരായിട്ടുള്ള ആളുകളിലെ മാത്രമേ സോപാനം തൂക്കാനായിട്ട് നിയോഗിക്കുള്ളൂ. ഒരാളാണ് ഇഴവനുള്ളത്, അവൻ അവിടെ അടിച്ചു വരാൻ അവകാശമില്ല. കൗണ്ടറിലിരിപ്പും നടപടി വൃത്തിയാക്കലും മാത്രമാണ് ഈഴവ സ്വീപ്പറുടെ ദൗത്യം. അപ്പോൾ ഈഴവ സ്വീപ്പർക്ക് വേറെ പണി, സവർണ സ്വീപ്പർക്ക് വേറെ പണി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്പൂതിരി പറയുന്നത് നിരവധി ഹൈന്ദവ സമുദായങ്ങൾ ഒത്തുചേർന്നാണ് കാര്യങ്ങൾ നടത്തുന്നത്. ശരിയാണ്. പക്ഷെ നിങ്ങളുടെ സമുദായം എന്ത് കാര്യം നടത്തണമെന്ന് ഞങ്ങൾ പറയും, ഞങ്ങളുടെ സമുദായം എന്ത് കാര്യം നടത്തണമെന്ന് ഞങ്ങൾ പറയും. നമുക്ക് ഒത്തുചേർന്ന് നടത്താം. പിന്നെന്താണ്? 37 സ്ഥിരം തസ്തികകൾ പട്ടികജാതി പട്ടികവർക്കാരില്ല. എന്ത്? 71-ൽ ദേവസ്വം ആക്ട് കൊണ്ടുവന്ന് നിയമിച്ച ഒരു സ്ഥാപനത്തിൽ, നിങ്ങളൊന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ എത്ര വർഷമായി? ഇത്ര പതിറ്റാണ്ടുകളായിട്ട് എന്താണ് 37 സ്ഥിരം തസ്തികകൾ അവിടെ ഉണ്ടായിട്ടും പട്ടികജാതി പട്ടികവർഗക്കാരില്ല. പിന്നാക്കക്കാർ 4 പേർ മാത്രം. സെക്യൂരിറ്റി, ഇതിൽ എഴുത്തച്ഛൻ സെക്യൂരിറ്റിയും കുടുംബി സമുദായത്തിൽപ്പെട്ട ആൾ ഇലക്ട്രീഷ്യനും ഈഴവൻ സ്വീപ്പറും LD ക്ലർക്കുമാണ്. 2 LD ക്ലർക്കും 3 പിയൂണും 1 സെക്യൂരിറ്റിയുമായി 6 നായന്മാരുണ്ട്. നായർ സംവരണം കൃത്യമായിട്ട് വലിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ 14 താൽക്കാലിക തസ്തിക ജീവനക്കാരിൽ 3 പേർ പട്ടികജാതിക്കാരുണ്ടെങ്കിലും 3 പേർ പട്ടികജാതിക്കാരുണ്ട്, താൽക്കാലിക ജീവനക്കാരാണ്. അവിടെ നിങ്ങൾ പ്രത്യേകം വായിക്കണം. ടോയ്ലറ്റ് ക്ലീനിങ്, പറമ്പ് പണി, ഡ്രൈവർ തസ്തികകളാണ് ഈ 3 പട്ടികജാതിക്കാരുടെ നിയമനം. പക്ഷെ ഞങ്ങളെല്ലാവരും കൂട്ടായി ചേർന്നിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് നമ്പൂതിരി പറയുന്നത്. ഇനിയാണ് ഇവിടെ 6 തന്ത്രിമാരുണ്ട്, അതെല്ലാവരും ബ്രാഹ്മണരാണ്. അപ്പോൾ ഒന്ന്, റിസർവേഷൻ അനുസരിച്ചുള്ള ആളുകളില്ല. സ്വാഭാവികമായിട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവിടെ ഇല്ല. എത്രയോ ഈ പറയുന്ന പുലയ സമുദായത്തിന്, ഈഴവ സമുദായത്തിനൊക്കെ വലിയ ജനസംഖ്യയുള്ളൊരു സ്ഥലമാണ് ഈ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഈ അവസ്ഥ നിങ്ങൾ ഓർക്കണം. മാത്രമല്ല ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതിനിധികളെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ശക്തമായി ആ കമ്മിറ്റിക്ക് അംഗത്തെ അഭിപ്രായം പറഞ്ഞ ഒരാൾ അഡ്വക്കേറ്റ് അജയ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഇത്തരത്തിലൊരു നിലപാട് ഈ ക്ഷേത്രം ഭരണസമിതി സ്വീകരിക്കാൻ പാടില്ല, ഈ ബാലുവിനെ മാറ്റരുത് എന്ന നിലപാടെടുത്ത ആളാണ്. പക്ഷേ ഈ വരാൻ പോകുന്ന ഉത്സവവും പ്രതിഷ്ഠാ ദിനവും ഒക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ വിലപേശൽ. അത് വീണ്ടും ഒരു സുവർണ അവസരമായി കാണുന്ന ആളുകളാണ് അപ്പുറം പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഒക്കെയാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഭരണസമിതി എത്തിപ്പോയതെന്നാണ് അവരിപ്പോൾ പറയുന്നത്. പക്ഷേ ശക്തമായ കേരള സമൂഹത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം ഭരണസമിതിയെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിപ്പോൾ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ കാര്യം, പിരിച്ചു കൊടുത്തത് ആരെയാണ്? തന്ത്രിയാണ്, അതല്ലാണ്ട് ബാലുവിനെ അല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തിലാണ് ഒരു ക്ലാരിറ്റി വേണ്ടത്. കാരണം തന്ത്രി എന്ന് പറയുന്നത് ദേവൻ്റെ അച്ഛനാണ്. തന്ത്രിയെ പിരിച്ചുവിടാൻ എങ്ങനെയാണ് ഈ മോഹൻദാസിന് പറയാൻ പറ്റുക? അദ്ദേഹം ഈ തന്ത്രിയുടെ ഒന്നും തത്വം മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, തന്ത്രി ദേവൻ്റെ അച്ഛനാണെന്ന് പറയുന്ന വാദം ഈ പറയുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എങ്ങനെയാണ് നമുക്ക് ആ വാദത്തെ, കൂടൽമാണിക്യത്തെ മുൻനിർത്തി പറയാൻ സാധിക്കുമോ? തന്ത്രിദേവൻ്റെ അച്ഛനാണെന്ന് കൂടൽമാണിക്യത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും? കാരണം ഒരു അതിതീവ്രനായ ബ്രാഹ്മണൻ പോലും കൂടൽമാണിക്യ ക്ഷേത്രത്തെ മുൻനിർത്തി അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടൽമാണിക്യ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രാധികാരം എന്ന് പറയുന്നത് അങ്ങനെ ഒരാളിൽ നിക്ഷിപ്തമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊരു വാദം വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം കൂടൽമാണിക്യ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിക്കാം, മുൻകാലങ്ങളിൽ തരണനെല്ലൂർ, അണിമംഗലം എന്നീ മനകൾക്കായിരുന്നു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം. പിന്നീട് തരണനെല്ലൂർ മന 4 ശാഖകളായി പിരിഞ്ഞു. നെടുമ്പുള്ളി മന, കിടങ്ങശ്ശേരി മന, കിഴക്കേ മന, പടിഞ്ഞാറ മന എന്നിവർ 4 കുടുംബങ്ങൾ. അണിമംഗലം മനയും 4ആയി പിരിഞ്ഞ് തരണനല്ലൂർ മനയും അടക്കം 5 കുടുംബങ്ങൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രത്തിന് അവകാശികളായി. ക്ഷേത്രം അധികാരികളുടെ തീരുമാനപ്രകാരം പിന്നീട് നഗരമണ്ണ് മനയെയും തന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ 6 തന്ത്രി കുടുംബങ്ങളാണുള്ളത്. ഈ 6 പേര് അച്ഛന്മാരാന്ന് പറയാൻ പറ്റുമോ? 6 ആളെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തന്ത്രിദേവൻ്റെ അച്ഛനും അമ്മയും ഒന്നുമല്ല. ഈ കാര്യം ആർക്കറിയായിരുന്നു? ഉമയമ്മ റാണിക്ക് അറിയായിരുന്നു. ഉമയമ്മ റാണിയുടെ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം കൈവശം വെച്ചിരുന്നവരാണ് ഈ തരണനല്ലൂരുകാർ. ഇപ്പോഴും അവർ തന്നെയാണ് തരണനല്ലൂർ പനക്കാർ. അവർ ആ സമയത്ത് കേരളവർമ്മ ഉമയമ്മ റാണി ഫൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സമയത്ത് ഇവർ കേരളവർമ്മയോടൊപ്പം ഒന്ന് കൂടി, തരണനല്ലൂർ കേരളവർമ്മയോടൊപ്പം നിന്നു. ഇത് ഉമയമ്മ റാണി അറിഞ്ഞു. റാണി നേരെ വളരെ സിമ്പിളായിട്ട് ഇവരെ പിരിച്ചുവിട്ടു. മതിലകൻ രേഖ നമുക്ക് ഉദ്ധരിക്കാം. ചുരുണ 2303, ഓല 189, 190 ഇത് സംബന്ധിച്ച വിവരണമുണ്ട്. അതായത് ഉമയമ്മ റാണിയുടെ അധികാരത്തിനെതിരെ കേരളവർമ്മയുടെ കൂടെ ചേർന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനത്ത് നിന്ന് ഇവരെ ഒരു പുല്ല് പറക്കുന്ന ലാഘവത്തോടെ പറച്ചു കളഞ്ഞ ചരിത്രവും പിന്നീട് അവർ പോയി മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറിയ ചരിത്രമൊക്കെ നമ്മുടെ ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ തന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഇരുന്ന ആൾ ഉമയമ്മ റാണിക്ക് മാറ്റാമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനും മാറ്റാൻ കുഴപ്പമൊന്നുമില്ല, വാസവനും മാറ്റാം, കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, ഇവിടെ ഒരു അധികാരമില്ലാത്തിരുന്ന ഇല്ലത്തിന് പിന്നീട് അധികാരം കൊടുത്തതിന് രേഖയുണ്ട്. അപ്പോൾ ഒരാളെ കൂട്ടാമെങ്കിൽ ഒരാളെ കുറയ്ക്കാം. മാത്രമല്ല, എന്തിനാണ് ഈ ചെറിയ ക്ഷേത്രത്തിൽ 6 തന്ത്രിമാരെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നാളെ ഇവരുടെ ഫാമിലി ഞങ്ങൾ വീണ്ടും പിളർന്നു എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞങ്ങൾ ശാഖകളായി എന്ന് പറഞ്ഞാൽ തന്ത്രിമാരെ ഇനിയും കൂട്ടി കൊടുക്കാൻ പറ്റുമോ? അറിയില്ല. അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായൊരു കാര്യമാണ്. അച്യുതമേനോൻ ഭരിക്കുന്ന സമയത്ത് ഇവിടെ 60കളുടെ അവസാനം തന്നെ കേരളത്തിലെ ഈ ദേവസ്വം ബോർഡിൽ, അത് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ പ്രാക്കുളം ഭാസി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി വരുന്ന സമയം മുതലേ ദേവസ്വം ബോർഡിൽ അവർണരെ കൂടെ ഉൾപ്പെടുത്താൻ, അവർണർക്ക് കൂടെ ക്ഷേത്രത്തിലെ പൂജാധികാരവും പൂജ പഠിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ദളിതനായ ഒരു പരമശാന്തി എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചിരുന്നു, പരമു ശർമ്മ. അദ്ദേഹമാണ് ആദ്യത്തെ ദളിത് ശാന്തി, അല്ലാതെ യദുകൃഷ്ണൻ അല്ല. അപ്പോൾ അദ്ദേഹത്തെ അന്ന് നിയമിച്ചിരുന്നു. അദ്ദേഹത്തെ പിന്നീട് തസ്തിക മാറ്റിക്കൊടുത്താണ് ആ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ ഈ കോംപ്രമൈസും തസ്തിക മാറ്റലും കുറേ കാലമായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. അത് ഭരണാധികാരികളുടെ ഏതെങ്കിലും പ്രശ്നം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ബാലുവിൻ്റെ കേസിൽ തന്നെ വരുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിന് ജോലി കിട്ടി, ആ കിട്ടിയ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അത്രയും അങ്ങനെ പൊരുതാനൊക്കെ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ചെറുപ്പക്കാരനല്ല അദ്ദേഹം. സ്വാഭാവികമായും ഓരോരുത്തർക്കും, ലോകത്തെല്ലാവർക്കും വിപ്ലവകാരികളാവാൻ സാധിക്കില്ല. ഒരു ജോലി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥിരമായൊരു വരുമാനത്തിലുള്ള ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക് മാറ്റിയാലും ഞാൻ ആ ജോലി ചെയ്താലും എൻ്റെ കുടുംബം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കും. അങ്ങനെയാണ് പരമശാന്തിയെ പോലുള്ളവർ ശാന്തി സ്ഥാനത്ത് നിന്ന് മാറി അവർ പിന്നീട് വേറെ ജോലിയിലേക്ക് പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ബാലുവും പറയുന്നത്. സ്വാഭാവികമായും ഇവിടെ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം ഇവിടെ ഇനിയെങ്കിലും, ഇത്രയും കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ വരുന്നതിന് നമുക്ക് ന്യായീകരിക്കാം, ആ സമയം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ബാലു ഇതേ പോസ്റ്റിൽ തന്നെ ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ബാലുവിൻ്റെ ആവശ്യമല്ല, അത് ബാലുവിൻ്റെ ഉത്തരവാദിത്വമല്ല. ബാലു പരീക്ഷ എഴുതിയ ജോലി തന്നെ ബാലു ജോലി ചെയ്യുന്നു ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ദൗത്യമാണ്. അവരതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഈ തന്ത്രിമാരെ ഉള്ളവരുടെയും ഈ പറയുന്ന യോഗക്ഷേമ സഭയുടെ ഒക്കെ പുതിയ പ്രസ്താവനകൾ, നിലപാട് മാറ്റങ്ങൾ, അവർ ഈ പറയുന്നത് ശരിയാണ് എങ്കിൽ അവർക്ക് ഈ ബാലുവിനെ കൊണ്ട് ജോലി തിരിച്ചു കൊടുക്കാൻ നിലവിൽ തടസ്സങ്ങളില്ലല്ലോ.
ബാലുവിനെ അതേ തസ്തികയിൽ തന്നെ നിർത്താനുള്ള നിലപാടെടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. നാം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ജാതീയമോ സ്വത്വവാദപരമായി ചിന്തിച്ചാൽ മുഖ്യമന്ത്രി അവർണനാണ്, ദേവസ്വം മന്ത്രി അവർണനാണ്, ജോലി പോയ ബാലുവും ഈഴവനാണ്. കഴിഞ്ഞ ദിവസം വാസവൻ വളരെ വൈകാരികമായി തന്നെ നിയമസഭയിൽ മിനിസ്റ്റർ സംസാരിക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഈ വൈകാരികത സഭയ്ക്കകത്തോ പ്രസംഗങ്ങളിലോ ഉണ്ടായതുകൊണ്ടായില്ല. അവിടെ കേവലം ഒരു ബാലുവിൻ്റെ വിഷയമല്ല ഈ പറയുന്ന കൂടൽമാണിക്യത്തിലുള്ളതെന്ന് ഇന്നത്തെ കേരള കൗമുദിയിൽ വന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ ആനുപാതികമായ പ്രാതിനിധ്യം ഈ അവർണർക്ക് ഇല്ല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ആ ദേവസ്വത്തിൽ അവർണർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ദളിതർക്കും അവർണർക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരൊറ്റ ആദിവാസിയില്ല. അവിടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് നിയമനം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. അവിടെ പട്ടികജാതിക്കാരനില്ല. പട്ടികജാതിക്കാരത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ഥിര നിയമനം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി കൊടുക്കാൻ അവിടെ തയ്യാറാവണം. അവിടുത്തെ കൂത്തമ്പലത്തിൽ കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് ജാതിക്ക് ഉപരിയായി അവിടെ പ്രകടനം നടത്താനുള്ള അവകാശം കൊടുക്കാൻ തയ്യാറാവണം. ഹൈക്കോടതി വിധികൾ അവിടെ തടസ്സമായുണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന നിയമനിർമ്മാണം നടത്താനുള്ള ശേഷി ഗവൺമെൻറ്റിന് ഉണ്ടാകണം. അതല്ലാതെ ആനുപാതിക പ്രാതിനിധ്യമില്ലാത്ത രണ്ടിടങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് ഹൈക്കോടതിയാണ്, കോടതികളാണ് ഇവിടുത്തെ. രണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡുകളാണ്. അവിടെ ആനുപാതികമായ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സമരമായി കൂടൽമാണിക്യത്തെ ഈ ഒരു കാര്യത്തെ ഉയർത്തിക്കൊണ്ടുവരികയും കൂടൽമാണിക്യം പോലെ ജാതിബന്ധിതമായി നിന്ന ഇടങ്ങളെ, അതിൻ്റെ ചരിത്രത്തെ, അതിനെ ജനാധിപത്യവൽക്കരിക്കാൻ ഇവിടുത്തെ അവർണ ജനത ദളിതർ നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ടല്ലാതെ, സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഈ കേരളത്തിലെ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആ സത്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പൊതുവേദികളിൽ, അവർണരുടെ വേദികളിൽ എല്ലാം ഒന്ന് ജനാധിപത്യത്തെക്കുറിച്ച്, നവോത്ഥാനത്തെപ്പറ്റി അവരോട് സംസാരിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. സവർണരായിട്ടുള്ള ആളുകൾ, ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ വേണ്ടത്ര നിലപാടെടുത്തില്ല എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ വാര്യർ സമാജത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് ഒരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ? വാര്യർ സമുദായത്തിൻ്റെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ കേരളത്തിലെ തെരുവുകളിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നില്ല? യോഗക്ഷേമ സഭയുടെ നിലപാട് ശരിയല്ല എന്ന് നിങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുന്നില്ല? മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ജാതിയെപ്പറ്റിയുള്ള ചർച്ച നടത്തുമ്പോൾ മുഴുവൻ ജാതി പോകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർണരുടെ വേദികളിൽ വന്ന് അവർണരെ ബോധവൽക്കരിക്കുക, പൊതുവേദികളിൽ വന്ന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതല്ലാതെ ഈ പറയുന്ന ആളുകൾ കേരളത്തിലെ അക്കാദമികൾ നോക്ക്, കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ നോക്ക്, അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന സവർണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരാരെങ്കിലും അവരുടെ സമുദായത്തിൻ്റെ ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ എന്തെങ്കിലും വിമർശിച്ച് കണ്ടിട്ടുണ്ടോ? ഈ ഷർട്ട് വിവാദം വന്നു, മുഖ്യമന്ത്രി ഷർട്ട് ഊരി ക്ഷേത്രത്തിൽ കടന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. മന്ത്രിസഭയിലെ തന്നെ ഒരു അംഗം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു. ഏതെങ്കിലും കടന്നലുകൾ അദ്ദേഹത്തെ കുത്തിയോ? ഇല്ല. മന്ത്രിസഭയിലെ ഏതെങ്കിലും അംഗം ഈ പറയുന്ന സവർണ സമുദായത്തിൽപ്പെട്ട NSSൻ്റെ ഡയറക്ടർ ബോർഡിലിരിക്കുന്ന ഈ മന്ത്രിക്കെതിരെ സംസാരിച്ചോ? ഇല്ല. മന്ത്രിസഭയിൽ 9 സവർണ അംഗങ്ങളുണ്ട്. ആരെങ്കിലും മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നോ? ഇല്ല. അപ്പോൾ സവർണതയുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന അവസരങ്ങളിൽ കേരളത്തിലെ സവർണരായ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, കേരളത്തിലെ സവർണരായ സാംസ്കാരിക നായകന്മാർ, കേരളത്തിലെ സവർണരായ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവർ പുലർത്തുന്ന തന്ത്രപരമായ മൗനമാണ് കേരളത്തിൽ സംഘപരിവാർ വളർത്തുന്നത്. കൂടൽമാണിക്യം വിഷയത്തിൽ ആത്മാർത്ഥമായ ശക്തമായ ഒരു പ്രതികരണം നടത്തിയ ഒരു അക്കാദമി അധ്യക്ഷൻ, ഒരു സാംസ്കാരിക നായകൻ, ഒരു എഴുത്തുകാരൻ ഉണ്ടോ? മുരുകൻ കാട്ടാക്കടയുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനാണല്ലേ. അദ്ദേഹം ഒരു നായരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പേര് അടിച്ചു വന്നു, മുരുകൻ നായർ എന്ന് അടിച്ചു വന്നപ്പോഴാണ്. എന്താ ഇവിടെ കൂടൽമാണിക്യത്തിൻ്റെ വിഷയത്തിലോ ഷർട്ട് ഇടുന്ന വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിട്ടുണ്ടോ? സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ലോകത്തിലെ എല്ലാ മരങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടി സംസാരിക്കും. പക്ഷെ അവർണർക്ക് വേണ്ടിയോ ദളിതർക്ക് വേണ്ടിയോ ഇവിടെ നടക്കുന്ന ജാതി വിഷയത്തിൽ സംസാരിക്കുന്നു പറഞ്ഞാൽ എന്ത് അവസ്ഥയാണ്? ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? അപ്പോൾ അവർണരോട് അവർ ചരിത്രത്തിൽ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് അവരുടെ വേദികളിൽ വന്ന് ഓർമ്മിപ്പിക്കുക, ദളിതർ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് അവരുടെ വേദികളിൽ വന്ന് അവർക്ക് ക്ലാസ് എടുക്കുക. ഇങ്ങനെ കേരളത്തിൽ നിങ്ങൾക്ക് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. മറിച്ച് സവർണരായിട്ടുള്ള സാഹിത്യകാരന്മാരും നേതാക്കന്മാരും ബുദ്ധിജീവികളും അവരവരുടെ സമുദായത്തിൻ്റെ മീറ്റിങ്ങിൽ പോകണം, അവരുടെ കുടുംബ സദസ്സുകളിൽ പോകണം, അവിടെ പോയി കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം പ്രസംഗിക്കണം.
അവർ മുൻപ് ഈ തലമുറകളായിട്ടുള്ള ആളുകളോട് ചെയ്ത തെറ്റുകളെ പറ്റി സംസാരിക്കണം, ചരിത്രത്തിലെ പുഴുക്കുത്തുകളെ പറ്റി സംസാരിക്കണം. അത് ആവർത്തിക്കാതിരിക്കേണ്ടത് എന്തുകൊണ്ടെന്നതിനെ പറ്റി അവർ അവരുടെ ആളുകളോട് സംസാരിക്കണം. നിങ്ങളുടെ ആളുകളെ ബോധവൽക്കരിക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ സംഘപരിവാരനെയും ഈ പറയുന്ന ഹിന്ദുത്വത്തെയും പ്രതിരോധിക്കാനാകൂ. അത് ചെയ്യാനുള്ള അവസരമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്നൊരു വലിയ ഒരു അവസരമായിട്ട് ഇവിടെ കാണണം. ഈ പറയുന്ന ചാക്യാർ സമുദായത്തിൽ, ഈ പറയുന്ന സമുദായങ്ങളിലൊക്കെ കലാകാരന്മാരും കലാപ്രവർത്തനം നടത്തുന്നവരില്ലേ, അതിൻ്റെ പേരിൽ അത് ജനാധിപത്യവൽക്കരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ സമുദായത്തിൽ പീഡനം അനുഭവിക്കുന്ന ആളുകളില്ലേ, അവരെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി ഇത് ഉപയോഗിക്കണം. അവരും കൂടെ വരട്ടെ, പറയട്ടെ, സംസാരിക്കട്ടെ. കേരളത്തെ ജനാധിപത്യ കേരളമായി നിലനിർത്താനുള്ള ബാധ്യത ഈ അവർണർക്കും ദളിതർക്കും മാത്രമുള്ളതല്ല. കേരള നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത അവർണർക്കും ദളിതർക്കും മാത്രമുള്ളതല്ല. ഈ അക്കാദമികൾ, ഇവിടുത്തെ ബോർഡുകളിൽ, കോർപ്പറേഷനുകളിൽ, അക്കാദമികളിലൊക്കെ സർക്കാർ വെച്ചിട്ടുള്ള ആളുകൾക്ക്, സവർണരായിട്ടുള്ള ആളുകൾക്ക് എന്താണ് പണി? മന്ത്രിസഭയിലെ മന്ത്രിമാർ ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ ഒരു അക്ഷരം മിണ്ടാത്തതെന്ത്? മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടപ്പോൾ, മുഖ്യമന്ത്രിയെ ഷർട്ടിൻ്റെ പേരിൽ സംഘികൾ ആക്ഷേപിച്ചപ്പോൾ ഒരാളും മിണ്ടാതിരുന്നത്? ഇതൊക്കെ കേരളം ചിന്തിക്കണ്ടേ, ചോദിക്കണ്ടേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂട്ടത്തോടെ സ്വന്തം സമുദായം അങ്ങനെ മാറി നിൽക്കുമെന്നാണെങ്കിൽ അച്യുതാനന്ദനൊക്കെ പറഞ്ഞ പോലെ ഒരാളോടും അദ്ദേഹം വോട്ട് ചോദിക്കാറില്ല. ഞാൻ ജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. ചിരിക്കാറ് പോലില്ല. ചിരിക്കാത്ത അച്യുതമേനോൻ, വോട്ട് ചോദിക്കാത്ത അച്യുതമേനോൻ. കേരളം ഏറ്റവും കൂടുതൽ തവണ മരിച്ച മുഖ്യമന്ത്രിമാരുടെ ഒരാളായ നാടാണ് കേരളം. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ദയവായി വില കുറച്ച് കാണരുത്. നിങ്ങളുടെ ജാതിക്ക് അകത്ത് നടക്കുന്ന, സമുദായങ്ങൾക്ക് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടത്തിൻ്റെ പേരിൽ നിങ്ങളുടെ സമുദായവും ജാതിയും ഒന്നും നിങ്ങളെ വെറുത്ത് നിങ്ങളെ തോൽപ്പിക്കില്ല. നിങ്ങൾ അതിലെ പുരോഗമനപരമായിട്ടുള്ള ആളുകളൊന്ന് വിശ്വസിക്കുക. ഈ വിഷയത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് വരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ സവർണർക്കാരാണ്. ഈ യോഗക്ഷേമ സഭയെ തിരുത്തിക്കാൻ, ഈ തന്ത്രിമാരെ തിരുത്തിക്കാൻ, ഇതിനെ ചൂട്ടുപിടിക്കുന്ന സവർണരെ തിരുത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേരളത്തിലെ സവർണരായ ബുദ്ധിജീവികളും എഴുത്തുകാരും നേതാക്കന്മാരും രംഗത്ത് വരുമ്പോൾ മാത്രമേ കൂടൽമാണിക്യത്തിലെ ബാലുവിൻ്റെ ജോലി തിരിച്ചു കിട്ടൂ. അവർ കണ്ണടച്ച് നിൽക്കുന്നിടത്തോളം, അവർ കണ്ണടച്ച് എഴുത്തിട്ടാക്കുന്നിടത്തോളം ബാലു ഉണ്ടാകും. ഏതു അപമാനിക്കപ്പെടും. മറ്റേ ഉണ്ണി പൊന്നപ്പനെ പോലുള്ള ശാന്തിക്കാരുണ്ടാകും. ഈ തസ്തിക മാറ്റം ഒരു തുടർ പ്രക്രിയയായി തുടരും. അതല്ലാതെ വാസവൻ സംസാരിച്ചുകൊണ്ടോ പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. പക്ഷേ ഇവിടുത്തെ സവർണ സമുദായത്തിലെ ബുദ്ധിജീവികളും എഴുത്തുകാരും പ്രധാനപ്പെട്ട നേതാക്കളും ഇറങ്ങി സംസാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, തീരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ജാതീയത ഇല്ലാതായത്. വീട്ടിൽ പോലുള്ള ആളുകൾ മുന്നോട്ട് വന്നപ്പോഴാണ്. അതാണ് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം. അപ്പോൾ ചരിത്രം മറക്കാതെ ഈ ചരിത്രപരമായൊരു ദശാസന്ധിയിൽ നിങ്ങൾ ഇവിടുത്തെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ദൗത്യം ഏറ്റെടുക്കാൻ എൻ്റെ എല്ലാ സവർണ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് കൂടൽമാണിക്യം വിഷയത്തിലുള്ള എൻ്റെ പ്രഭാഷണം ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.